Hi all, welcome to Entri Technical. ഇന്ന് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമിനേഷൻ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽഡ് അനാലിസിസിൻ്റെ ഫസ്റ്റ് സെഷനിലേക്ക് കടക്കാം. So today we are going to discuss about the first 50 number questions from the assistant professor question paper. Okay. Question number 1. Kirchhoff's voltage law states that algebraic sum of all the voltages around a closed path in a network is 0. കറക്റ്റ് ആണല്ലേ? ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് തന്നെയാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ് ഇസ് ദ ബേസിസ് ഓഫ് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇൻ ദ കേസ് ഓഫ് ക്രിച്ചോഫ്സ് വോൾട്ടേജ് ലോ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വി കൺസിഡർ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ദാറ്റ് മീൻസ് അസർഷൻ കറക്റ്റ് ആണ് ആൻഡ് ദ റീസൺ ഈസ് ഫാൾസ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. 12 6 ഹെൻറി ഇൻഡക്ടേഴ്സ് ആർ യൂസ്ഡ് ആസ് എഡ്ജസ് ടു ഫോം എ ക്യൂബ്. ഇതൊരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ക്ലാസ്സിനകത്ത് അവൈലബിൾ ആണ്. യൂഷ്വലി നമ്മളൊരു റെസിസ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സോ അത് അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക ഫ്രം ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ഒരു ക്യൂബ് ഉണ്ട്. ക്യൂബിൻ്റെ എഡ്ജസ് ഞാൻ ഇവിടെ എക്സ് ടെർമിനലും ഓപ്പോസിറ്റ് എഡ്ജ് ഞാൻ ഓപ്പോസിറ്റ് കോർണർ ഞാൻ വൈ ടെർമിനലും എടുത്താൽ ഈ എക്സിൻ്റെയും വൈൻ്റെയും ഇടയ്ക്കുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ സെയിം കാൽക്കുലേഷൻ തന്നെയാണ് ഇൻഡക്റ്റൻസിനും വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ദി ഇഫക്റ്റീവ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്, നമ്മൾ റെസിസ്റ്റൻസിനെ ബേസ് ചെയ്താവും പഠിച്ചിട്ടുണ്ടാവുക. ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഡയഗണലി ഓപ്പോസിറ്റ് കോർണർ എന്ന് പറയുന്നത് 5/6 R ആയിരുന്നു. ഇൻഡക്റ്റൻസ് എൽ ആണെങ്കിലോ ഇൻഡക്റ്റൻസ് LY ഇസ് ഈക്വൽ ടു 5/6 ഇൻഡക്റ്റൻസ് പെർ ഈച്ച് സൈഡ്. ഈ ക്യൂബിൻ്റെ ഓരോ സൈഡിലും നമ്മൾ എൽ എന്ന് പറയുന്ന 6 ഹെൻറി ഇൻഡക്ടർ കൊണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ എന്നാണ്. സോ ആൻസർ വിൽ ബി 5/6 L, where L is the inductor present at the edge of the cube. Lന്റെ വാല്യൂ 6 ഹെൻറി എന്ന് പറയുന്നുണ്ട്. സോ നമ്മളത് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് 5 ഹെൻറി. 5 ഹെൻറി ആണ് ഇക്വലന്റ് ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് കോർണേഴ്സ്, ഡയഗണലി ഓപ്പോസിറ്റ് കോർണേഴ്സ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 5 ഹെൻറി. ഫൈൻഡ് ദ കറണ്ട് ത്രൂ 3 ohm റെസിസ്റ്റർ യൂസിങ് സൂപ്പർപോസിഷൻ തിയറം. സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്തുകൊണ്ട് വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കറണ്ട് ത്രൂ 3 ohm റെസിസ്റ്റർ. ഏതെങ്കിലും ഒരു തിയറം യൂസ് ചെയ്താൽ മതി. ആക്ച്വലി ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമുക്ക് നമ്മുടെ സൂപ്പർപോസിഷൻ തിയറം തന്നെ ഒന്ന് അപ്ലൈ ചെയ്യാം. സൂപ്പർപോസിഷൻ തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സോഴ്സിനെ കൺസിഡർ ചെയ്യുമ്പോൾ മറ്റ് സോഴ്സിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യണം. സോ കേസ് 1 ഞാൻ കൺസിഡർ ചെയ്യുന്ന വോൾട്ടേജ് സോഴ്സ് 20 വോൾട്ട് ആണ്. അതിൻ്റെ മീനിങ് എന്താണ്? 5 ആംപിയർ ഷുഡ് ബി ഓപ്പൺ സർക്യൂട്ടഡ്. ഞാൻ 20 വോൾട്ട് മാത്രം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 3 ohm വെൻ ഓൺലി 20 വോൾട്ട് ഈസ് കൺസിഡർ. 20 വോൾട്ട് ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, 20 വോൾട്ട് പ്രസൻ്റ് ആണ്. നമ്മളിപ്പം 5 ആംപിയറിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പോവാണ്. 5 ആംപിയറിനെ നെഗ്ലക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ കറണ്ട് സെൻഡ് ബൈ ദ 20 വോൾട്ട് സോഴ്സ് I എന്ന് പറയുന്നത് വിൽ ബി ഫ്ലോയിങ് ത്രൂ ദ 3 ohm റെസിസ്റ്റർ. കാരണം എന്താണ്? 5 ആംപിയർ ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ റൈറ്റ് സൈഡിലെ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? അസാധുവായി മാറി. സോ വാട്ട് ഈസ് ദ കറണ്ട് ഫ്ലോ ഇൻ ദ കേസ് ഓഫ് കേസ് 1 ഈസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 8 ആംപിയർ. കേസ് 1 കറണ്ട് ഫ്ലോയിങ് ത്രൂ 3 ആംപിയർ നമുക്ക് കിട്ടി. സിമിലർലി നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? കേസ് 2 കൺസിഡർ ചെയ്യണം. കേസ് 2-നകത്ത് നമ്മൾ 5 ആംപിയർ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം 20 വോൾട്ട് സോഴ്സസ് നെഗ്ലക്റ്റഡ്. നെഗ്ലക്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കും? റൈറ്റ് സൈഡിൽ നിന്നാണ് നമ്മളുടെ കറണ്ട് വരുന്നത്. ആ കറണ്ട് നമുക്ക് 3 ആംപിയറിലും 3 ഓമിലും 5 ഓമിലും ആയിട്ട് ആ കറണ്ട് നമ്മുടെ സ്പ്ലിറ്റ് ചെയ്ത് പോകും. ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 5 ആംപിയർ. സിമ്പിൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ 3 ohm കാൽക്കുലേറ്റ് ചെയ്യാം.
So current flowing through the 3 ohm in case 2 എന്ന് പറയുന്നത് it is nothing but incoming current into resistance of the other branch divided by total resistance. ഈ നോഡിന് ഇൻകമിംഗ് കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് 5 ആംപിയർ. ഇവിടെ 10 ഓം ആണ്, പക്ഷേ അത് നമുക്കൊരു വിഷയമല്ല, കാരണം ഈ ബ്രാഞ്ചിൽ 5 ആംപിയർ എന്ന് പറയുന്ന കറണ്ട് സോഴ്സ് ഫിക്സഡ് ആണ്. സോ ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു 5 ആംപിയർ into resistance of the other branch divided by total resistance will give you the value of current flowing through 3 ohm in case 2. എത്രയാണ് വരുന്നത്? 25 divided by 8. So totally നമുക്ക് total current I is equal to I1 plus I2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 20 by 8 plus 25 divided by 8 is equal to 45 divided by 8. 8 5s are 40, so 5 point something ആണ് നമ്മളുടെ ആൻസർ. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാക്സിമം പവർ ദാറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു ദ ലോഡ് റെസിസ്റ്റർ RL. മാക്സിമം പവർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. According to maximum power transfer theorem, the maximum power that can be transferred എന്ന് പറയുന്നത് V Thevenin square divided by 4 times R Thevenin. Thevenin voltage across the open circuited RL, അതാണ് V Thevenin. സോ നമുക്ക് ആദ്യമേ Thevenin voltage ഇനി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. You have to calculate the value of Thevenin voltage. Thevenin voltage നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. V Thevenin calculation. അതായത് നമ്മൾ ഫസ്റ്റ് ഈ RL എന്ന് പറയുന്ന ടെർമിനൽ ഓപ്പൺ ചെയ്യണം. ഈ ടെർമിനൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ്. ദ സെയിം വോൾട്ടേജ് തന്നെ നമുക്ക് ഈ നോഡിലും കിട്ടും, കാരണം RL ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ ബ്രാഞ്ചിൽ കറണ്ട് ഫ്ലോ ഒന്നും ഉണ്ടാവത്തില്ല. സോ അറ്റ് ദ സെയിം ടൈം വി ഡോണ്ട് ഗെറ്റ് എനി വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ദിസ് ബ്രാഞ്ച്. സോ ദിസ് പൊട്ടൻഷ്യൽ അതാണ് വി തെവനിൻ എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഈ സർക്യൂട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ in parallel with the current source in parallel with the resistor. So നമുക്ക് ഈ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്ററിനെ ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റർ ആക്കി കൺവേർട്ട് ചെയ്യാം. 10 വോൾട്ട് 5 ഓം. സോ നമുക്ക് മുകളിലേക്ക് എന്ത് കിട്ടുന്നു? 10/5 എന്ന് പറയുന്ന 2 ആംപിയർ കിട്ടുന്നു. ഇൻ പാരലൽ വിത്ത് 5 ഓം. ഞാനിപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഈ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്ററിനെ സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം വി ഹാവ് എ 2 ആംപിയർ ഇൻ പാരലൽ വിത്ത് 2 ഓം. 2 ആംപിയർ ഇൻ പാരലൽ വിത്ത് 2 ഓം. ഇവിടെയാണ് നമ്മളുടെ വി തെവനിൻ വരുന്നത്. എന്തുകൊണ്ടാണ്? കാരണം റൈറ്റ് സൈഡിന് ഓപ്പൺ സർക്യൂട്ട് ആണ്. ഇവിടെ 3 ഓം ഉണ്ട്, 1 RL ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. നമ്മുടെ തെവനിൻ വോൾട്ടേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് പ്രൊസീജിയറാണ്. സോ ഇവിടെ തന്നെയാണ് വി തെവനിൻ വരുന്നത്. ദിസ് ഇസ് വി തെവനിൻ, ദാറ്റ് മീൻസ് പൊട്ടൻഷ്യൽ ദിസ് പോയിന്റ് ഇസ് വി തെവനിൻ. സോ ഈ രണ്ട് കറണ്ട് സോഴ്സ് ഇൻ പാരലൽ വിത്ത് 2 റെസിസ്റ്റൻസിനെ ഞാനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 + 2 എന്ന് പറയുന്നത് 4 ആംപിയർ. 4 ആംപിയർ ഇൻ പാരലൽ വിത്ത് 5 പാരലൽ 2. ഓക്കെ, ഇൻ പാരലൽ വിത്ത് 5 പാരലൽ 2. 5 പാരലൽ 2 ഓംസ്. 5 പാരലൽ 2 എന്ന് പറയുന്നത് 5 × 10 ഡിവൈഡ് ബൈ 5 + 2 7. സോ 10/7 ഓം. ഇവിടെയാണ് എൻ്റെ വി തെവനിൻ വരുന്നത്. സോ വാട്ട് ഈസ് ദ വി തെവനിൻ? ഈ 4 ആംപിയർ ഈ 10/7 ഓമിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് വി തെവനിൻ. സോ വി തെവനിൻ ഇസ് ഈക്വൽ ടു 4 ആംപിയർ ഇൻറ്റു 10/7 വിച്ച് ഇസ് ഈക്വൽ ടു 40/7 വോൾട്ട്. ഇതാണ് നമ്മുടെ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. സോ ഒരു പ്രോസസ്സ് കഴിഞ്ഞു, വി തെവനിൻ കാൽക്കുലേറ്റ് ചെയ്തു. നെക്സ്റ്റ് കാൽക്കുലേഷൻ ഓഫ് ആർ തെവനിൻ. ഒറിജിനൽ സർക്യൂട്ട് എടുക്കുക. ആർ തെവനിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനായിട്ട് ലോഡ് റെസിസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് നോക്കുക, നെഗ്ലക്റ്റിംഗ് ദ ഇഫക്റ്റ് ഓഫ് സോഴ്സ്. 3 ഓംസ് മുകളിൽ വരുന്നു, താഴെ 3 ഓംസ് വരുന്നു. ഇവിടെയാണ് നമ്മുടെ ലോഡ് റെസിസ്റ്റർ. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് ആർ തെവനിൻ കിട്ടുന്നത്. നെഗ്ലക്റ്റിംഗ് ദ ഇഫക്റ്റ് ഓഫ് സോഴ്സ് എന്നാണ്. സോ ഇവിടെ ഒരു 2 ഓംസ് വരും. അതിനുശേഷം ഒരു കറണ്ട് സോഴ്സ് വരുന്നത് ഓപ്പൺ സർക്യൂട്ട്. അതിനുശേഷം 5 ഓംസ് ഇൻ സീരീസ് വിത്ത് വോൾട്ടേജ് സോഴ്സ്. ആ വോൾട്ടേജ് സോഴ്സും ഞാനങ്ങ് ഷോർട്ട് ചെയ്തു. ഇനി ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആർ തെവനിൻ എന്താണ്? 3 + 3 + 5 പാരലൽ 2. 5 പാരലൽ 2 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തേ ഉള്ളൂ, 10/7. സോ ആർ തെവനിൻ ഈസ് ഈക്വൽ ടു 3 + 3 + 10/7 എന്ന് പറഞ്ഞാൽ 6 + 10/7. 7 6 are 42 + 10 52/7.
RThevenin കിട്ടി 52 divided by 7. ഇനി എന്താണ് മാക്സിമം പവർ കാൽക്കുലേറ്റ് ചെയ്യുക? P max is equal to VThevenin square. VThevenin എന്താണ് 40 by 7 into 40 by 7 divided by 4 times RThevenin എന്താണ്? It is 52 by 7. ഒരു 7 ക്യാൻസൽ ആയി പോകും. So the final answer എന്ന് പറയുന്നത് 40 into 40 divided by 7 into 4 into 52. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ സി ആണെന്ന് വരും. ആൻസർ വിൽ ബി ഓപ്ഷൻ സി 1.099 watts. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി 1.099 watts. 7 4s are 28, 28 into 52 ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 1600 തന്നെ വരും. ഓക്കെ, സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാം. ഇൻ എ RLC series circuit, voltage across R and L is 20 volt. So VR plus J into VL is equal to 20 volt. Voltage across L and C, VL minus VC is equal to 9 volt. ഇതിൻ്റെ ഒരു കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. കാരണം RLC സർക്യൂട്ട് ആണ്, ഇതായിരിക്കും VR, സീരീസ് സർക്യൂട്ട് ആണ്. സോ ടോട്ടൽ സീരീസ് കറണ്ട് ഇതായിരിക്കും. ഐന് ലീഡിങ് ആയിരിക്കും VL, ഐന് ലാഗിങ് ആയിരിക്കും VC. കാരണം കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലീഡിങ് ദ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ ബൈ 90 ഡിഗ്രി. കറണ്ട് ത്രൂ ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ലാഗിങ് ദ വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ബൈ 90 ഡിഗ്രി. സോ അതുകൊണ്ടാണ് ഞാൻ ഇഫക്റ്റീവ് വോൾട്ടേജ് അക്രോസ് എൽ ആൻഡ് സി, അതായത് ഒരു വോൾട്ട്മീറ്റർ യൂസ് ചെയ്ത് എല്ലിൻ്റെയും സിൻ്റെയും സീരീസ് കോമ്പിനേഷനിൽ എല്ലിൻ്റെയും സിൻ്റെയും സീരീസ് കോമ്പിനേഷൻ അക്രോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ VL മൈനസ് VC ആണ് 9. ടോട്ടൽ വോൾട്ടേജ് അക്രോസ് RLC 15 എന്ന് പറയുന്നുണ്ട്. സോ VR പ്ലസ് J ഇൻറ്റു VL മൈനസ് VC ഇസ് ഈക്വൽ ടു 15. നമുക്ക് വേണ്ടത് എന്താണ്? വി ആർ സപ്പോസ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് VC. VL മൈനസ് VC ഡയറക്ട്ലി 9 എന്ന് തന്നിട്ടുണ്ട്. സോ വിച്ച് ഇംപ്ലൈസ് VR പ്ലസ് J ഇൻറ്റു 9 ഈക്വൽ ടു 15. സോ ഇവിടെ നിന്ന് പെട്ടെന്ന് VR കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. ഇവിടെ എന്താണ് ആക്ച്വലി VR സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ ഈക്വൽ ടു 15 സ്ക്വയർ ആണ്. സോ VR സ്ക്വയർ ഇസ് ഈക്വൽ ടു 15 സ്ക്വയർ മൈനസ് 9 സ്ക്വയർ എന്ന് പറയുന്നത് 225 മൈനസ് 81. 225 മൈനസ് 81 എന്ന് പറയുമ്പോൾ നമുക്ക് VR സ്ക്വയർ കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 144. VRൻ്റെ വാല്യൂ എന്ത് വരുന്നു? 12 വോൾട്ട് എന്ന് കിട്ടുന്നു. വൺസ് നമുക്ക് VRൻ്റെ വാല്യൂ 12 കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫസ്റ്റ് ഇക്വേഷൻ VR പ്ലസ് JVL അത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 12 പ്ലസ് J ഇൻറ്റു VL ഈക്വൽ ടു 20. അതിൻ്റെ അർത്ഥം 144 പ്ലസ് VL സ്ക്വയർ ഈക്വൽ ടു 400, വിച്ച് ഇംപ്ലൈസ് VL സ്ക്വയർ ഈക്വൽ ടു 400 മൈനസ് 144 എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 256 കിട്ടും, വിച്ച് ഇംപ്ലൈസ് VL ഈക്വൽ ടു റൂട്ട് ഓഫ് 256 ഈക്വൽ ടു 16 വോൾട്ട്. സോ VRും VLും കിട്ടി. നമുക്കിനി VC കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല. VL കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VL മൈനസ് VC എന്ന് പറയുന്നത് 9 ആണെന്ന് പറയുന്നുണ്ട്. Where VL is equal to 16. 16 minus VC equal to 9, which implies VC equal to 16 minus 9 equal to 7 volt. So answer എന്ത് വരും? ആൻസർ നമുക്ക് ഓപ്ഷൻ എ എന്ന് വരും. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഒബ്ജക്റ്റീവ് ലെവൽ എക്സാമിനേഷന് ചോദിക്കാൻ പറ്റി. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ 7 volt. In a parallel resonance circuit, why does the current lag behind the voltage source at frequencies below resonance? ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ടിനകത്ത് ഫോർ ഫ്രീക്വൻസീസ് ബിലോ റെസൊണൻസ് എന്തുകൊണ്ട് കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആൻസർ ആണ്. കറണ്ട് എന്ന് പറയുന്ന വോൾട്ടേജിനെ ലാഗ് ചെയ്യുന്നു അല്ലേ. സോ എപ്പോഴും കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യണമെങ്കിൽ ദ സർക്യൂട്ട് ഷുഡ് ബി ഇൻഡക്റ്റീവ് ടൈപ്പ് ഓഫ് നേച്ചർ, എങ്കിൽ മാത്രമേ കറണ്ട് വോൾട്ടേജിനെ ലാഗ് ചെയ്യൂ. അത് പാരലൽ റെസൊണൻസ് ആണെങ്കിലോ സീരീസ് റെസൊണൻസിനാണെങ്കിലോ ഒക്കെ എന്താണ്? സർക്യൂട്ട് ഷുഡ് ബി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. സോ നമുക്ക് റെസൊണൻസിൻ്റെ കൺസെപ്റ്റ് ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്ട്ലി ഓപ്ഷൻ ബി എന്ന് തന്നെ പറയാം, ബിക്കോസ് ദ സർക്യൂട്ട് ഈസ് പ്രിഡോമിനൻ്റ്ലി ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ. If the impedance parameters are given as RR, okay, then the corresponding circuit. So അതിന് ആദ്യമായിട്ട് ഇംപിഡൻസ് പാരാമീറ്റർ Z പാരാമീറ്റർ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. Z പാരാമീറ്റർ എഴുതുന്നതിനായിട്ട് ഇൻപുട്ട് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2, Z21 I1 പ്ലസ് Z22 I2.
ഇതാണ് Z പാരാമീറ്റർ. ഇതിനകത്ത് Z11 Z22 ഇതെല്ലാം എന്താണ് ഗിവൺ ആണ്. Z11 ഈക്വൽ ടു R, Z12 ഈക്വൽ ടു R, Z21 ഈക്വൽ ടു R and Z22 is also equal to R. So Z11 എന്ന് പറയുന്നത് എന്താണ്? It is nothing but V1 by I1 when I2 is equal to 0. V1 by I1 when I2 equal to 0. Then I2 ഇതിൽ ഏത് സർക്യൂട്ടിൽ ഇതാണ് I1 I2. I1 and I2 are the incoming current from either port. Okay, this is I1, this is I2. ശ്രദ്ധിക്കുക, വീണ്ടും ഇവിടെ this is I1, this is I2, this is I1 and this is I2. When I2 equal to 0, I2 0 ആവുമ്പം എനിക്ക് ഈ R കിട്ടണം, Z11 V1 by I1. സോ ഈ കേസ് നോക്കാം, കേസ് സിയോ കേസ് ബിയോ ആയിരിക്കണം. കാരണം ബാക്കി എല്ലാ കേസിലും I1ഉം I2ഉം എന്താണ് സെയിം തന്നെയാണ്, I1ഉം I2ഉം സെയിം തന്നെയാണ്. കേസ് സിയും ബിയും നമുക്ക് കമ്പയർ ചെയ്യാം. ഞാൻ സിക്കകത്ത് I2 ഈക്വൽ ടു 0 ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് V1 കൊടുത്തു കഴിഞ്ഞാൽ ആ ഇൻപുട്ട് വോൾട്ടേജ് V1 സെൻഡ് ചെയ്യുന്ന കറണ്ട് I1 എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ആറിൽ കൂടെയും ഈ ക്രോസ് ആയിട്ടിരിക്കുന്ന ക്യാപിറ്റൽ ആറിൽ കൂടെയും ഫ്ലോ ചെയ്യും. സോ ഇൻ ദാറ്റ് കേസ് V1 by I1 എന്ന് പറയുന്നത് 2R ആണ്, Z11. സോ നമുക്ക് സി അല്ല എന്ന് അപ്പം തന്നെ മനസ്സിലായി. സോ ഡെഫിനറ്റ്ലി ആൻസർ ഇസ് ബി. കാരണം എന്താണ്, വെൻ I2 ഈക്വൽ ടു 0 ഞാൻ ഇവിടെ ഒരു V1 കൊടുത്തു കഴിഞ്ഞാൽ V1 by I1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആണ്, ദാറ്റ് ഈസ് Z11. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ബാക്കി വാല്യൂസ് ഒക്കെ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. Obtain the equivalent circuit of the network given below. Obtain the equivalent circuit of the network given below. Obtain the equivalent capacitance അല്ലേ? നമുക്ക് നോക്കാം ഇത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്. ഇവിടെ ഒരു 1 മൈക്രോ ഫാരഡ്, ഇവിടെ ഒരു 1 മൈക്രോ ഫാരഡ്, ഇത് രണ്ടും പാരലാണ്. ഇവിടെ ഒരു 1 മൈക്രോ, ഇവിടെ ഒരു 1 മൈക്രോ, ഇത് രണ്ടും പാരലാണ്. സോ ഞാൻ ആദ്യമേ തന്നെ സ്റ്റെപ്പ് 1 ആ പാരലൽ കോമ്പിനേഷനെ അങ്ങ് ക്ലബ് ചെയ്യുന്നു. നോക്കാം എന്താണ് അവസ്ഥ എന്ന്. 1 മൈക്രോ ഫാരഡ് 1 മൈക്രോ ഫാരഡ്, അത് അങ്ങനെ തന്നെ ഞാൻ എഴുതുന്നു. 1 1 ഈ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യാം അല്ലേ. സോ ഞാൻ ഇവിടെ 2 എന്ന് ആദ്യമേ അങ്ങ് എഴുതുന്നു. ദിസ് ഇസ് 2. ഈ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്തു. ഇനി ഈ ഒരു നോഡ് നോക്കിക്കോ, ഈ ഒരു പർട്ടിക്കുലർ നോഡ്, ആ ഒരു പർട്ടിക്കുലർ നോഡ് ഈ നോഡായി മാറി. ഓക്കെ, ഇത് രണ്ടും കൂടെ പാരലാണ്, ഞാൻ ആഡ് ചെയ്ത് 2 ആക്കി എടുത്തു. ഈ നോഡാണ് ഈ നോഡ്. ഇനി അവിടെ നിന്ന് എന്താണ് വരുന്നത് ശരിക്കും, ഇവിടെ നിന്ന് ഒരു 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ വഴി ഒരു പോയിന്റിലേക്ക് എത്തുന്നു. ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക, 1 മൈക്രോ ഫാരഡ് കപ്പാസിറ്റർ വഴി ഞാൻ ഒരു പോയിന്റിലേക്ക് എത്തി. ഇതാണ് എൻ്റെ പോയിന്റ്. അവിടെ എന്താണ് 1 പാരലൽ 1 2 മേളിലേക്ക് എയിലേക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എന്താണ് 2 എന്ന് വരും മേളിലേക്ക്. ഇനി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് എന്തായിരിക്കും, ഇതാണ് എ ആൻഡ് ദിസ് ഇസ് ബി. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് ബിയിലേക്ക് നോക്കുക, ഇവിടെ എന്തുണ്ട് 1 വരുന്നുണ്ട്, 1. ഓക്കെ, സോ 1 2 1. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സോ എൻ്റെ ഈ 1 മൈക്രോ ഫാരഡ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇതിനെ കൺസിഡർ ചെയ്തു, ഇതിനെ കൺസിഡർ ചെയ്തു, ഇത് രണ്ടും ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി വരുന്നത് ഈ ഒരു 1 മൈക്രോ ഫാരഡ് നേരെ ഒരു പോയിന്റിലേക്ക് എത്തി അല്ലേ, അതാണ് ഈ പോയിന്റ്. ഓക്കെ, ഈ ഒരു 1 മൈക്രോ ഫാരഡ് നേരെ ഞാനിത് എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ദിസ് ഇസ് ദ എക്സ് പോയിന്റ്. എക്സ് പോയിന്റിൽ നിന്ന് 1 പാരലൽ 1 എന്ന് പറയുന്നത് 2 നേരെ എയിലേക്ക് പോകുന്നു. ഓക്കെ, അതേപോലെ തന്നെ എക്സ് പോയിന്റിൽ നിന്നും എക്സ് പോയിന്റിൽ നിന്നും പിന്നെ എന്താണ് വരുന്നത്, താഴേക്ക് എക്സ് പോയിന്റിൽ നിന്നും ബിയിലേക്ക് ഒരു 1 മൈക്രോ ഫാരഡ് വരുന്നു. സോ എക്സ് പോയിന്റിൽ നിന്നും ബിയിലേക്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതാണ് ഈ 1 മൈക്രോ ഫാരഡ്. ഈ 1 മൈക്രോ ഫാരഡ് ആണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം വരുന്നത് 1 ഇൻ സീരീസ് വിത്ത് 1 ഇൻ സീരീസ് വിത്ത് 1. ഇനി നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇവിടെ എന്താണ് 1 2 2 1. സോ ഇത് ബ്രിഡ്ജ് ഒന്നുമല്ല, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്കിത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്റ്റാർ നെറ്റ്വർക്ക് കാണുന്നില്ലേ, ഇതൊരു സ്റ്റാർ നെറ്റ്വർക്കാണ്, ഞാൻ ഈ ബ്ലൂവിൽ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതൊരു സ്റ്റാർ നെറ്റ്വർക്കാണ്, ഞാൻ ഇതിനെ ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. സോ എനിക്ക് എങ്ങനെ ഇതിനെ ഒരു ഡെൽറ്റ നെറ്റ്വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് നോക്കാം. 1 2 ഓക്കെ, ഇവിടെ 1 ഇവിടെ 1 ഇവിടെ 2 ഇത് 1. നോക്കാം, ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് സ്റ്റാർ ആണ്. ഓക്കെ,
സ്റ്റാറിനെ ഞാൻ ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്യാണ്. സോ അതിൻ്റെ കോമൺ ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, കോമൺ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് വരയ്ക്കുന്നത് ക്യാപിറ്റൽ എ കപ്പാസിറ്റൻസ് ആണ്. ക്യാപിറ്റൽ എ സി എ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നതിൻ്റെ പ്രോഡക്റ്റ് അല്ലേ, 2 into 1 2 into 1 എന്ന് പറയുന്നത് 2 ആണ്. ഡിവൈഡ് ബൈ സം ഓഫ് ഓൾ 2 plus 1 plus 1 2 plus 1 plus 1 എത്ര കിട്ടും നമുക്ക്? 2 divided by 2 plus 3 plus 1 4 which is equal to 0.5 എന്ന് വരും. സോ കപ്പാസിറ്റൻസ് സി എ is equal to 0.5. ഞാനത് വരയ്ക്കാം. ഇത് 1 ആണ്, ഇത് 2 ആണ്. ഇവിടെ നിന്നാണ് ഞാനിനി വരയ്ക്കുന്നത്. ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. ഓക്കെ, ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഡെൽറ്റ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഡെൽറ്റ സി എ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടുന്നു? 0.5 എന്ന് വരുന്നു. സിമിലർലി ഞാനിവിടെ ബി, അതായത് കപ്പാസിറ്റൻസ് സി ബി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ് ബിറ്റ്വീൻ ദീസ് 2 പോയിന്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റന്റിന്റെ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ സം 1 into 1 1 ഡിവൈഡഡ് ബൈ 1 plus 1 plus 1 എന്ന് പറയുന്നത് 1 plus 1 plus 2 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 0.5 which is equal to 0.25. ഇനി ഡെൽറ്റയുടെ ഈ ലാസ്റ്റ് ബ്രാഞ്ച് ഞാൻ സി എന്ന് പറയുന്നു. ആ സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി കണക്റ്റഡ് ബിറ്റ്വീൻ സ്മോൾ എ ആൻഡ് സ്മോൾ ബി. ഇതാണ് സ്മോൾ എ സ്മോൾ ബി. സോ ലാസ്റ്റ് കപ്പാസിറ്റൻസ്, ആ ഡെൽറ്റയുടെ ലാസ്റ്റ് കപ്പാസിറ്റൻസ് ആണ് ഞാൻ വരയ്ക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് ദ അഡ്ജസ്റ്റന്റ് എന്ന് പറയുന്നത് 2 into 1 ഡിവൈഡഡ് ബൈ സം. സോ 2 ഡിവൈഡഡ് ബൈ 4 which is equal to 0.5. ഇതാണ് ആക്ച്വലി സി, ഇതാണ് ആക്ച്വലി ബി ആൻഡ് ദിസ് ഇസ് ആക്ച്വലി എ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അതിന് അക്രോസ് ഉണ്ട് നമുക്ക് 1 in series with 1, അതിനെ ഞാൻ 0.5 എന്ന് എടുത്തു. 1 in series with 1, അതിനെ ഞാൻ 0.5 എന്ന് എടുത്തു. ഇനി we have to calculate the value of capacitance between A and B. ഈ രണ്ട് കപ്പാസിറ്റർ എന്താണ്? പാരലൽ ആണ്. സോ ഞാൻ ആഡ് ചെയ്യുന്നു. ഇത് 1.5, താഴെ എന്താണ്? 2.25. ശ്രദ്ധിക്കുക, 1ഉം 0.5ഉം കൂടെ 1.5, ഇവിടെ എന്താണ്? 2.25. സോ ഈ ഒരു പോർഷൻ എൻറ്റയർലി കഴിഞ്ഞു. അതിനുശേഷം വി ആർ ഹാവിങ് 0.5 ഇൻ പാരലൽ വിത്ത് 0.5 എന്ന് പറയുന്നത് നമുക്ക് 1 എന്ന് വരും. 1.5 പാരലൽ ടു 2.25, ഇത് രണ്ടും കൂടെ സോറി ഇൻ സീരീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇപ്പം ഞാൻ C1 എന്നും ഇതിനെ C2 എന്നും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻറ്റ് കോമ്പിനേഷൻ C1 C2 ഡിവൈഡഡ് ബൈ C1 plus C2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഓക്കെ ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് 0.9 എന്ന് വരും. 0.9 മൈക്രോ ഫാരഡ്. സോ വിച്ച് ഈസ് ഇതാണ് എ ടെർമിനൽ, ഇതാണ് ബി ടെർമിനൽ. സോ നമ്മൾ എൻ്റെയും ബിൻ്റെയും എക്രോസ് ഇപ്പോൾ വരുന്നത് 0.9ഉം പാരലായിട്ട് ഒരു 1ഉമാണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 1.9 മൈക്രോ ഫാരഡ്. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേറെ പ്രത്യേകിച്ച് മാർഗ്ഗമൊന്നുമില്ല. ഒരു സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്യൂ. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോർമേഷൻ യൂസിങ് എ കപ്പാസിറ്റർ. സോ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് കുറച്ച് ഹൈ ആണ്. ഓക്കെ, സോ ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, 1.9 മൈക്രോ ഫാരഡ്. In order to produce a flux of 100 microweber in an air gap of length 0.2 mm and cross sectional area 1 centimeter square, ഒരു ഫ്ലക്സ് ജനറേറ്റ് ചെയ്യണം. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു 100 microweber. ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.2 into 10 to the power minus 3. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് 1 centimeter square എന്ന് പറയുന്നത് 10 to the power minus 4 meter square. MMF കാൽക്കുലേറ്റ് ചെയ്യാനാണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം MMF is equal to ഫ്ലക്സ് ഫൈ ഇൻറ്റു റിലക്റ്റൻസ്. ഫ്ലക്സ് ഫൈ ഇൻറ്റു റിലക്റ്റൻസ് എന്ന് പറയുന്ന ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് ഡിവൈഡഡ് ബൈ μ0 എന്ന് പറയുന്ന പെർമിയബിലിറ്റി ഓഫ് എയർ ഗ്യാപ്പ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എയർ ഗ്യാപ്പ്. എല്ലാം നമുക്ക് വാല്യൂ ഡയറക്റ്റ്ലി ഗിവൺ ആണ്. സോ ഇറ്റ് ഈസ് 100 ഇൻറ്റു 10 to the power minus 6 ഡിവൈഡഡ് ബൈ ഇൻറ്റു ലെങ്ത് ഓഫ് എയർ ഗ്യാപ്പ് എന്താണ്? 0.2 into 10 to the power minus 3 divided by μ0 എന്ന് പറയുന്നത് it is 4 pi into 10 to the power minus 7 into 10 to the power minus 4. So 7 plus 4 11, മേളിൽ പോസിറ്റീവ് 11 ആവും. 6 minus 3 കൂടെ 9, 11 minus 9 എന്ന് പറയുന്നത് 2 ആയി മാറും. സോ 100 into 10 to the power 2 into 0.2 divided by 4 pi എന്ന് വരും. 100 into 10 to the power 2 into 0.2 divided by 4 pi എന്ന് വരും. എന്ന് പറയുന്നത് 20 divided by 100 into 0.2 എന്ന് പറയുന്നത് 20 divided by 4 എന്ന് പറയുന്നത് 5 divided by pi into 10 to the power 2. സോ നമ്മുടെ ആൻസർ എന്ത് വരും?
It should be 500 divided by pi. Answer is option A, 500 divided by pi. Next question. A ring-shaped coil with fixed number of turns of it carries a certain magnitude. ഒരു ring-shaped coil ആണ് with fixed number of turns. Okay, കുറച്ച് അധികം ടേൺസ് ഉള്ള ഒരു ring-shaped coil ആണ്. If an iron core is threaded into the coil, ഇതിനകത്തേക്ക് ഞാനൊരു iron core കയറ്റി. Without any change in the coil dimension, the magnetic intensity എന്ത് സംഭവിക്കുന്നു? It will definitely increase. കാരണം അയൺ കോർ കൂടുമ്പം ഫ്ലക്സ് ലൈൻസ് കുറച്ചും കൂടെ ലോ റിലക്റ്റൻസ് പാത്ത് വഴി കയറിപ്പോവും. സോ അതുകൊണ്ട് തന്നെ ദ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വിൽ ഇൻക്രീസ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. വാട്ട് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ ആൻഡ് എ സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ? മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫീച്ചറിൻ്റെ ഡിഫറൻസ് അറിഞ്ഞിരിക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ എ ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ, ഫസ്റ്റ് ഓർഡർ ആൻഡ് സെക്കൻഡ് ഓർഡർ ഹൈ പാസ് ഫിൽട്ടർ. അതുപോലെ തന്നെ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ആക്റ്റീവ് ഫിൽട്ടർ ആൻഡ് പാസീവ് ഫിൽട്ടർ, പിന്നെ ബട്ടർവർത്ത് ഫിൽട്ടർ, ചെബിഷേവ് ഫിൽട്ടർ. ഈ ഡീറ്റെയിൽസ് ഇതിൻ്റെ ബേസിക് ഡിഫറൻസ് മാത്രം അറിഞ്ഞാൽ മതി. അതിനെ ബേസ് ചെയ്തുള്ള ഹെവി പ്രോബ്ലംസ് ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട. സോ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ ഇസ് ഹാവിങ് എ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി വെൻ കമ്പയർഡ് ടു ദാറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ ലോ പാസ് ഫിൽട്ടർ. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. If the voltage and current in an AC circuit is given by voltage and current തന്നിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ what is the power factor of the circuit? So voltage 200, current 10. Voltage is given. എന്താണ് വോൾട്ടേജ്? വോൾട്ടേജ് is 200. കറണ്ട് എന്ന് പറയുന്നത് 200. ഓക്കെ, ഇത് പോസിറ്റീവ് 30ലാണ് ഇരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ റെഫറൻസ് ഒന്ന് പ്ലോട്ട് ചെയ്യാം. ഞാനിതാണ് എൻ്റെ റെഫറൻസ്. വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതായിക്കോട്ടെ, പോസിറ്റീവ് 30യിലിരിക്കുന്നു. കറണ്ട് എന്ന് പറയുന്നത് ലെറ്റ് ദിസ് ബി ദ കറണ്ട് ആയി -60യിലിരിക്കുന്നു. So power factor എന്താണ്? It is nothing but cosine of angle between voltage and current. Cosine of 30 plus 60 is equal to 0. Cos 90 is 0. So answer is option B. The electric field inside a perfectly conducting medium. നമുക്കറിയാം ഒരു പെർഫെക്റ്റ് കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് it is 0. So answer is option B. 2 point charges Q1 and Q2 is given at distance apart. Which of the following is ഇൻകറക്റ്റ്? ഇതായിരുന്നു നമ്മുടെ എക്സാമിനേഷൻ്റെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. മിക്ക സ്റ്റേറ്റ്മെന്റിന് വിച്ച് എം ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്, വിച്ച് എം ദ ഫോളോയിങ് കോമ്പിനേഷൻ ഇസ് ഇൻകറക്റ്റ് എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ഇൻകറക്റ്റ്? 2 പോയിന്റ് ചാർജ് തന്നിട്ടുണ്ട്, Q1 ആൻഡ് Q2. 2 പോയിന്റ് ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് പോസിറ്റീവ് തന്നെയാണ്, ഓക്കെ, അല്ലെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്, വാട്ട് എവർ. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് ഇറ്റ് എക്സേർട്സ് എ റിപ്പൾസീവ് ഫോഴ്സ്. ഇതെന്തായിരിക്കും? ഇവിടെയാണ് Q2 ഇരിക്കുന്നതെങ്കിൽ ഇറ്റ് എക്സേർട്സ് എ റിപ്പൾസീവ് ഫോഴ്സ്. സോ 1 കറക്റ്റ് ആണ്. ഫോഴ്സ് ഓൺ Q2 ഇസ് എലോങ് ദ ലൈൻ ജോയിനിങ് ദം. സത്യമാണ്, Q1ൻ്റെയും Q2ൻ്റെയും എലോങ് ദ ലൈൻ ജോയിനിങ് തന്നെയാണ് ഫോഴ്സ് ഓൺ Q2. അതും കറക്റ്റ് ആണ് ആക്ച്വലി. ദ ഫോഴ്സ് ഓൺ Q2 ഇസ് സെയിം ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓൺ Q1. കറക്റ്റ് ആണ്. F is equal to 1/4πε0 into Q1 Q2 by R². അതേ സെയിം ഫോഴ്സ് ആണ് Q1 Q2ലും ആക്ട് ചെയ്യുന്നത്. As the distance between them decreases, the force on Q1 increases linearly. അവിടെയാണ് നമ്മളുടെ ട്വിസ്റ്റ് വരുന്ന കഥയിൽ. F is equal to 1/4πε0 into Q1 Q2 divided by R², where R is the distance between the two charges. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടും, കറക്റ്റ് ആണ്, പക്ഷെ ലീനിയർലി അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക, F is inversely proportional to 1/R² ആണ്. സോ ദിസ് ഇസ് എ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. Which of the following statement is incorrect എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി is the incorrect statement. That means our answer is option D. Two identical coaxial circular coils carry current I in the opposite direction. Same current I ആണ്, opposite direction. സോ ഇവിടെ ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ കോയിൽ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് കറണ്ട് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ഈ സെൻറ്ററിലെ ഈ ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ അനുസരിച്ച് ഡയറക്ഷൻ ഓഫ് കറണ്ടിൽ ഞാൻ എൻ്റെ കേളിംഗ് ഓഫ് ഫിംഗേഴ്സ് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. ബി ഈസ് ആക്ച്വലി ഇൻ ടു ദ പ്ലെയിൻ. സിമിലർലി ഞാൻ ഇതേ എന്താണ് ഈ ഒരു കണ്ടക്ടറിൻ്റെ തൊട്ട് മേളിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഐ ഹാവ് അനദർ കണ്ടക്ടർ. ഓക്കെ, ഐ ഹാവ് അനദർ കണ്ടക്ടർ. ഇതിൻ്റെ മേളിൽ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുക. ഈ കണ്ടക്ടറിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. മറ്റേതിന് നേരെ ഓപ്പോസിറ്റ്. ഇതെല്ലാം ഒരു ആക്സിസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒരു ആക്സിസിലാണ്.
മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് എന്തായിരിക്കും സംഭവിക്കുന്നത്? മാഗ്നിറ്റ്യൂഡ് സെയിം ആയതുകൊണ്ട് കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. സോ ബിന്റെ സ്ട്രെങ്ത് സെയിം ആണ്. ബി ഈസ് ഈക്വൽ ടു ഐ ഡിവൈഡഡ് ബൈ 2r. ഓക്കെ, ബിന്റെ സ്ട്രെങ്ത് സെയിം ആണ്. സെന്ററിൽ ഈ ആക്സിസിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സെക്കൻഡ് കേസിനകത്ത് ബി ഈസ് ആക്ച്വലി ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ബി എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിലും നിങ്ങൾ കേളിംഗ് ഓഫ് ദി ഫിംഗേഴ്സിൽ കറണ്ട് വെച്ച് കഴിഞ്ഞാൽ ബി പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. സോ എലോങ് ദ ആക്സിസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, എലോങ് ദ ആക്സിസ് മിഡ്വേയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ദ ബി ഈസ് ആക്ച്വലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഈസ് ആക്ച്വലി ക്യാൻസലിംഗ് ഔട്ട് ഈച്ച് അതർ. സോ വി ഹാവ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ എന്താണ്? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി അറ്റ് എ പോയിന്റ് ഓൺ ദ ആക്സിസ് മിഡ്വേ ബിറ്റ്വീൻ ദ കോയിൽ. ഇവിടെ ഒരു കോയിൽ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഒരു കോയിൽ ഇരിക്കുന്നുണ്ട്. ഇതാണ് ആക്സിസ്. ഈ ഒരു പോയിന്റിൽ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്നാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 0 ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ഈസ് ആക്ച്വലി 0. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂണിറ്റ് ഓഫ് പോയിന്റിംഗ് വെക്ടർ ഇറ്റ് ഈസ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ. പോയിന്റിംഗ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. പോയിന്റിംഗ് വെക്ടർ ഈസ് ഗിവൺ ബൈ വെക്ടർ പി ഈസ് ഈക്വൽ ടു ഇ ക്രോസ് എച്ച്. ഓക്കെ, ഇ ക്രോസ് എച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റിംഗ് വെക്ടർ കിട്ടും, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ഇ വേവ്. ആൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ട് പെർ മീറ്റർ സ്ക്വയർ ആകുന്നു. സ്റ്റോക്സ് തിയറം ക്യാൻ ബി യൂസ്ഡ് ടു ഫൈൻഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ലൈൻ ഇൻ്റഗ്രലിനെ, ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ. ഓക്കെ, ഓപ്പൺ ലൈൻ ഇൻ്റഗ്രൽ ആണ്. സോ ലൈൻ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എന്താണ്? സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എഫ് ഡോട്ട് ഡി എസ്. ഇതാണ് ആക്ച്വലി സ്റ്റോക്സ് തിയറം എന്ന് പറയുന്നത്. ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. സോറി, ഓപ്പൺ ലൈൻ ഇൻ്റഗ്രൽ അല്ല, ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ. ഓക്കെ, ഒരു ക്ലോസ്ഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന് ചുറ്റും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ഒരു സർക്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സർക്കിളിന് ചുറ്റും എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ആണെങ്കിൽ ഒരു ഫംഗ്ഷനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു സർക്കംഫറൻസ് ഓഫ് ദ സർക്കിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് സെയിം പരിപാടി തന്നെയാണ്. ആ ഫംഗ്ഷൻ്റെ കേൾ എടുത്തതിന് ശേഷം ആ സർഫസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അതാണ് നമ്മുടെ സ്റ്റോക്സ് തിയറം പറയുന്നത്. സോ നമുക്ക് ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ആ സർക്കിളിൻ്റെ സർഫസ് ഏരിയ എൻക്ലോസ്ഡ് ബൈ എ ഫംഗ്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഓക്കെ, ഏരിയ എൻക്ലോസ്ഡ് ബൈ എ ഫംഗ്ഷൻ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ എൻക്ലോസ്ഡ് ബൈ എ ഫംഗ്ഷൻ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇതാണ്ട ഒരു ഫംഗ്ഷൻ എഫ് ഉണ്ട്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഫംഗ്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡെൽ ക്രോസ് എഫ് എടുക്കുക, ഡോട്ട് ഡി എസ് എടുക്കുക, സർഫസ് ഇൻ്റഗ്രൽ ചെയ്യാം. സോ വി ഗെറ്റ് ദ ആൻസർ ഓഫ് ഏരിയ എൻക്ലോസ്ഡ് ബൈ എ ഗിവൺ റീജിയൻ. സോ ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ. ലീനിയർ ഡിസ്റ്റൻസ് അല്ല നമുക്ക് ആക്ച്വലി കിട്ടുന്ന. ഓക്കെ, നമുക്ക് ലീനിയർ ഡിസ്റ്റൻസ് കിട്ടത്തില്ല. നമുക്ക് എലോങ് ദ സർക്കംഫറൻസ് നമുക്ക് എത്ര ഡിസ്റ്റൻസ് ആണോ അത് നമുക്ക് കിട്ടും. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഓപ്ഷൻ എ, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ഫംഗ്ഷൻ. Find the magnetic field when a circular conductor of very high radius is subjected to a current of 12 ampere and the point B is at the center of the conductor. Circular conductor of very high radius, ഇതാണ് നമ്മുടെ circular conductor, radius r tending to infinity. So h എന്ന് പറഞ്ഞാൽ എന്താണ്? It is nothing but I by 2r ആണ് at the center of a ring. When r എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ h will be definitely 0. So answer is option B. The Laplace transform I of t tends to at time t is equal to infinity എന്താണെന്നാണ് അവസ്ഥ. Time t is equal to infinity means final value theorem. Final value theorem is limit s tends to 0, s into I of s. s into 2 by s into 1 plus s. s s cancel ആയി, s tending to 0, answer should be 2. Answer എന്താണ് നമുക്ക് വരുന്നത്? Answer is option D, 2. A system is defined by an impulse h of n equal to 2 raised to n into u of n minus 2. സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ യു ഓഫ് എൻ എന്ന് പറയും, നമ്മുടെ എച്ച് ഓഫ് എൻ എന്തായിരിക്കും? ഇപ്പോൾ n ഇൻഫിനിറ്റിയിലേക്ക് അല്ലെങ്കിൽ ബൗണ്ടഡ് ഇൻപുട്ട് ഒരു വെരി ഹൈ വാല്യൂ ആയിക്കോട്ടെ, യു ഓഫ് എൻ മൈനസ് 2 1 ആയിരിക്കും. പക്ഷേ 2 raised to n എന്ന് പറയുന്ന ടേം വരുന്നുണ്ട്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ പ്രൊപ്പോർഷണലി ഇൻക്രീസ് ആയി പോവാണ്. സോ ഞാനൊരു എച്ച് ഓഫ് എന്നിൻ്റെ പ്ലോട്ട് ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന ഒരു കർവാണ്.
സോ അപ്പോൾ നമുക്ക് പറയാം h of n is not representing an energy signal, so it is an unstable system. ഒരു അൺസ്റ്റേബിൾ സിസ്റ്റമാണ്. അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ കോസാലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 2ൽ മാത്രമേ സിസ്റ്റം ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. സോ ദ സിസ്റ്റം ഈസ് ഡിഫൈൻഡ് അല്ലെങ്കിൽ ഇമ്പൾസ് റെസ്പോൺസ് ഇസ് വാലിഡ് ഓൺലി ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് n. പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ n ഗ്രേറ്റർ ദാൻ 2. സോ ഇമ്പൾസ് റെസ്പോൺസിൽ നോക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് ടൈം ആക്സിസിൽ ഇമ്പൾസ് റെസ്പോൺസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റം ഈസ് ഡെഫിനറ്റ്ലി കോസൽ. So answer is causal and unstable. Answer should be option C. The signal x of n equal to e raised to j omega n plus e raised to j 2 omega n. ഇതെന്താണ്, ഐഗൻ ഫംഗ്ഷൻ ആണോ ഐഗൻ ഫംഗ്ഷൻ അല്ലേ എന്നിങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പോകുന്നത്. ഇത് ആക്ച്വലി എന്താണ് എന്ന് അറിയണമെങ്കിൽ വാട്ട് ഈസ് ആൻ ഐഗൻ ഫംഗ്ഷൻ എന്ന് തന്നെ ആദ്യം അറിയണം. ഐഗൻ ഫംഗ്ഷൻ ഓഫ് ആൻ LTI സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിഗ്നൽ which when given to an LTI system produces an output such that the output is equal to can be represented as k times input. x എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് ഞാനൊരു സിസ്റ്റത്തിലേക്ക് പ്രൊഡ്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഔട്ട്പുട്ട് y കിട്ടും. such that output can be expressed as lambda time അല്ലെങ്കിൽ some constant of input. അതായത് ഔട്ട്പുട്ടിൽ നിന്ന് നമുക്ക് ഇൻപുട്ടിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കണം. അതാണ്, അങ്ങനെയാണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ ഇൻപുട്ട് ഈസ് കോൾഡ് ഐഗൻ ഫംഗ്ഷൻ ഓഫ് എ LTI സിസ്റ്റം. ഇവിടെ തന്നേക്കുന്ന നമ്മളെ ഇൻപുട്ട് ഇതാണ്, e raised to j omega n ഡിസ്ക്രീറ്റ് സിസ്റ്റം ആണ് അല്ലേ. സോ എക്സ് ഓഫ് n എന്ന് പറയുന്നത് ഇറ്റ് ഈസ് e raised to j omega n plus e raised to j 2 omega n. ഇതിൻ്റെ y of n എന്തായിരിക്കും? ഇതിൻ്റെ y of n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് സമ്മേഷൻ k equal to minus infinity to infinity h of k. ഞാൻ കോൺവല്യൂഷൻ എഴുതുകയാണ്, e raised to j omega n minus k. ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞു, സമ്മേഷൻ k equal to minus infinity to infinity h of k into e raised to j 2 omega n minus k. ഓക്കെ, n minus k. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഇനി ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് നിന്ന് കോമൺ എടുക്കാൻ പറ്റുന്ന e raised to j omega n ആണ്. e raised to j omega n ഞാൻ കോമൺ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പോർഷനിൽ നിന്ന് കിട്ടുന്നത് സമ്മേഷൻ k equal to minus infinity to infinity h of k into e raised to j minus e raised to j omega k. രണ്ടാമത്തേൽ എനിക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് e raised to j 2 omega n ആണ്. ഓക്കെ, ഇൻറ്റു സമ്മേഷൻ k equal to minus infinity to infinity h of k into e raised to minus j 2 omega k. സോ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്താണ്, y of n എന്ന് പറയുന്നത് e raised to j omega n into h of j omega എന്ന് ഞാൻ എഴുതി. ഓക്കെ, അല്ലെങ്കിൽ h of j omega എന്ന് ഓക്കെ h of j omega പ്ലസ് e raised to j 2 omega n into h of എനിക്ക് എന്താ എഴുതാം, e raised to j 2 omega എന്ന് എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ e raised to j h of e raised to j omega എന്ന് എഴുതാം. ഓക്കെ, e raised to j omega n into h of e raised to j omega n പ്ലസ് e raised to j omega 2n into h of e raised to j omega 2n. ഇതാണ് നമ്മുടെ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഈ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു k ടൈംസ് അല്ലെങ്കിൽ ലാംഡ ടൈംസ് ഇൻപുട്ട് എന്ന് എഴുതാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. ഓക്കെ, കാരണം നമ്മൾ ഇൻപുട്ട് രണ്ട് ഫ്രീക്വൻസിയാണ്, അത്ര ആലോചിച്ചാൽ മതി. ഇൻപുട്ടിനകത്ത് തന്നെ 2 ഫ്രീക്വൻസി വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്പുട്ട് എഴുതി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കനോട്ട് ബി ഡിഫൈൻഡ് ആസ് എ ലാംഡ ടൈംസ് ഓഫ് ഇൻപുട്ട് എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കത്തില്ല. സോ ദാറ്റ് മീൻസ് ദിസ് സിഗ്നൽ ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ആൻ ഐഗൻ ഫംഗ്ഷൻ ഓഫ് എ LTI സിസ്റ്റം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കണം ഇതിൻ്റെ കറക്റ്റ് ആൻസർ. If u of t denotes the unit step function, which of the following is an example of bounded signal? u of t എന്ന് പറയുന്നത് യൂണിറ്റ് സിഗ്നൽ ആണ്, യൂണിറ്റ് സ്റ്റെപ്പ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ ടൈം t equal to ഇൻഫിനിറ്റി ആണെങ്കിലും u of tൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ ഇറ്റ് ഈസ് എ ബൗണ്ടഡ് ഇൻപുട്ട്. അങ്ങനെയാണെങ്കിൽ ബൗണ്ടഡ് സിഗ്നൽ ഏതാണെന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്, അതായത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഫൈനൈറ്റ് കിട്ടണം. A is wrong കാരണം t into u of t ഇൻഫിനിറ്റി ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇസ് ഇൻഫിനിറ്റ്. B is wrong, exponentially rising. D is also wrong, exponentially rising. So correct answer is option C, e raised to minus 2t ut.
Find the Z transform of n plus 1 the whole square. Z transform calculate ചെയ്യാനാണ് question. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ അത് ചെറിയൊരു ഡേറ്റ മിസ്സിംഗ് ആണ്. നമ്മുടെ PSC ഫൈനൽ കീ എങ്ങനെ മെൻഷൻ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. It should be mentioned. ആൻസർ കിട്ടണമെങ്കിൽ it should be mentioned like n plus 1 the whole square into u of n. സോ നമുക്ക് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അസ്യൂം ചെയ്ത് മൂവ് ചെയ്യാം. u of n ന്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? u of n is 1 by 1 minus z inverse. അതായത് z divided by z minus 1. n into u of n ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രൊസീജിയർ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് z ഇൻറ്റു d by dz of x of z ചെയ്യുക എന്നുള്ളതാണ്. d by dz of x of z ചെയ്യുക മൈനസ് z ഇൻറ്റു z മൈനസ് 1 ഇൻറ്റു d by dz of z എന്ന് പറയുന്ന 1 മൈനസ് z ഇൻറ്റു d by dz of z മൈനസ് 1 എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി z ഡിവൈഡഡ് ബൈ z മൈനസ് 1 ദ ഹോൾ സ്ക്വയർ. ഇതാണ് n ഇൻറ്റു u ഓഫ് n. n സ്ക്വയർ ഇൻറ്റു u ഓഫ് n ചെയ്യണമെങ്കിലോ n സ്ക്വയർ ഇൻറ്റു u ഓഫ് n ചെയ്യണമെങ്കിൽ വീണ്ടും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മൈനസ് z ഇൻറ്റു d by dz of this function z divided by z minus 1 the whole square എന്ന് പറയുന്നത് മൈനസ് z ഇൻറ്റു z മൈനസ് 1 the whole square ഇൻറ്റു d by dz of z എന്ന് പറയുന്ന 1 മൈനസ് z ഇൻറ്റു d by dz of z മൈനസ് 1 the whole square എന്ന് പറയുന്നത് 2 ഇൻറ്റു z മൈനസ് 1 ഡിനോമിനേറ്ററിൽ നമുക്ക് z മൈനസ് 1 the whole raised to 4 എന്ന് വരും. z മൈനസ് 1 ഒരു z മൈനസ് 1 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം ന്യൂമറേറ്ററിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്നും. So it is z minus 1 minus 2z divided by z minus 1 the whole raised to 3. So ഇതിപ്പോൾ എത്ര വരും? z minus 2z എന്ന് പറയുന്നത് it is actually minus z. So minus 1 minus z ഒരു മൈനസ് പുറത്ത് കിടക്കുന്നു. So z into 1 plus z എന്ന് വരും. Which implies z into 1 plus z divided by z minus 1 the whole cube. z minus 1 the whole cube. ഇനി നെക്സ്റ്റ് എന്താണ്? n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ അല്ലേ? നമുക്കിന്ന് വേണ്ടത് ആക്ച്വലി n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു n പ്ലസ് 1 ദ ഹോൾ സ്ക്വയറിനാണ് നമുക്ക് വേണ്ടത്. സോ n പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ കിട്ടണമെങ്കിൽ വീണ്ടും ഞാൻ ഈ ഫംഗ്ഷനെ z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദിസ് ഫംഗ്ഷൻ ഹാസ് ഇത് എന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ്. സോ പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z റേസ് ടു 1 കൊണ്ടാണ് ഞാൻ ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ദിസ് എൻറ്റയർ ഫംഗ്ഷൻ. സോ ഫൈനലി എനിക്ക് ആൻസർ എന്ത് കിട്ടുന്നു? z സ്ക്വയർ ഇൻറ്റു 1 plus z divided by z minus 1 the whole cube. So answer should be option A. Answer എന്തായിരിക്കണം? Answer should be option A. Okay. പക്ഷേ ഇതിനകത്ത് u of n മെൻഷൻ ചെയ്തിട്ടില്ല. u of n മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ആക്ച്വലി z by z minus 1 വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആക്ച്വലി പറ്റത്തില്ല. കാരണം ഇതിനകത്ത് റൈറ്റ് ഹാൻഡഡ് സീക്വൻസും ലെഫ്റ്റ് ഹാൻഡഡ് സീക്വൻസും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ, ശരി. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നമുക്ക് വേണമെങ്കിൽ ഇത് ചാലഞ്ച് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ PSCയുടെ ഫൈനൽ കീനെ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ എന്താണ് മാർക്ക്. y of t is equal to x square of t. ഇത് ഈ ലീനിയാരിറ്റിയും ഇൻവെർട്ടബിലിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. സ്ക്വയറിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ നോൺ ലീനിയർ ഓപ്പറേഷൻ. സോ അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോൺ ലീനിയർ. നെക്സ്റ്റ് എക്സ് ഓഫ് ടിന് 1 ആണെങ്കിൽ എനിക്ക് y of t 1 കിട്ടും. എക്സ് ഓഫ് ടിന് -1 ആണെങ്കിൽ y of t 1 കിട്ടും. ശ്രദ്ധിക്കുക, എക്സ് ഓഫ് ടി 1 ആണെങ്കിൽ y of t 1 ആണ്. അറ്റ് ദ സെയിം ടൈം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന -1 ആണെങ്കിലോ y of t is 1. സോ ഇറ്റ് ഇസ് എ മെനി ടു വൺ ഫംഗ്ഷൻ. ഒരു മെനി ടു വൺ ഫംഗ്ഷൻ എനിക്ക് ഇൻവേർട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം ഔട്ട്പുട്ട് y1 വരുമ്പോൾ എനിക്ക് എക്സ് എന്ന് പറയുന്ന 1 ആണോ -1 ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. സോ ആ ഒരു കേസിനകത്ത് നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ഇൻവേർട്ട് ചെയ്യാനും പറ്റത്തില്ല. സോ മെനി ടു വൺ ഫംഗ്ഷൻ വന്നു. സോ ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി നോൺ ഇൻവേർട്ടബിൾ and it is non-linear. So answer is option B. A 125 volt 50 Hz single phase transformer has rated eddy current loss of 125 watts. ശ്രദ്ധിക്കുക, ഒരു 125 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൻ്റെ റേറ്റഡ് എഡ്ഡി കറന്റ് ലോസ്. എഡ്ഡി കറന്റ് ലോസ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണമായിട്ട് അറിയാമെന്നുള്ളത് B ഇൻറ്റു എഫ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫോർമുലയാണ്. where B എന്ന് പറയുന്നത് it is V by F the whole square into F square. കോൺസ്റ്റന്റ് വോൾട്ടേജ് ഓപ്പറേഷൻ ആണെങ്കിൽ ഫ്രീക്വൻസി ഇൻഡിപെൻഡൻറ്റ്, V by F ഓപ്പറേഷൻ ആണെങ്കിൽ ഫ്രീക്വൻസി സ്ക്വയർഡ് പ്രൊപ്പോർഷണൽ ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ കേസ് 1-നകത്ത് നമുക്ക് 125 വാട്ട്സ് ആണെന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട് എഡ്ഡി കറന്റ് ലോസ്. കേസ് 2-നകത്ത് വോൾട്ടേജ് എത്രയാക്കി മാറ്റി, വോൾട്ടേജ് എത്ര ടൈംസ് ആക്കി മാറ്റി,
വോൾട്ടേജ് 200 ആക്കി മാറ്റി ഇനിഷ്യലി 125 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ പുതിയ വോൾട്ടേജ് വി ഡാഷ് എന്ന് പറയുന്ന 200/125 ടൈംസ് വി എന്ന് പറയുന്നത് എന്താണ് 25 into 5 8. സോ ഇറ്റ് ഈസ് 8/5 ടൈംസ് സപ്ലൈ ഓൾഡ് വോൾട്ടേജ് ആയി മാറി. പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നതോ പുതിയ ഫ്രീക്വൻസി 40 ആണ്, ഓൾഡ് ഫ്രീക്വൻസി 50 ആണ്. സോ 4/5 ആയി മാറി. ഓക്കെ, 4/5 ആയി മാറി. സോ നമ്മൾ പുതിയ എഡ്ഡി കറന്റ് ലോസ് എത്രയെന്നാണ് കാൽക്കുലേഷൻ? പുതിയ എഡ്ഡി കറന്റ് ലോസ് ഇക്വൽ ടു വി ഡാഷ് ബൈ എഫ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് സ്ക്വയർ. ഇതാണ് നമ്മുടെ പുതിയ എഡ്ഡി കറന്റ് ലോസ് എന്ന് പറയുന്നത്. വി ഡാഷ് ബൈ എഫ് ഡാഷ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി 8/5 ഇൻറ്റു 8/5 ഡിവൈഡഡ് ബൈ 4/5 ഇൻറ്റു 4/5. ഇതാണ് വി ഡാഷ് ബൈ എഫ് ഡാഷ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ദ ഹോൾ സ്ക്വയർ 4/5 ഇൻറ്റു 4/5 ടൈംസ് വി സ്ക്വയർ ബൈ എഫ് സ്ക്വയർ ഇൻറ്റു എഫ് സ്ക്വയർ, അതായത് ടൈംസ് ഓൾഡ് എഡ്ഡി കറന്റ് ലോസ്. ഓൾഡ് എഡ്ഡി കറന്റ് ലോസ്. സോ ഇത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് മൊത്തം ക്യാൻസൽ ആയി പോകും. സോ ടോട്ടലി നമുക്ക് 8 8s are 64 ഡിവൈഡഡ് ബൈ 25 ടൈംസ് എഡ്ഡി കറന്റ് ഓൾഡ് ലോസ്. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ വരിക. 64 ഡിവൈഡഡ് ബൈ 25 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 8 into 8 ഡിവൈഡഡ് ബൈ 5 into 5 ടൈംസ് ഓൾഡ് എഡ്ഡി കറന്റ് എത്രയാണ്? ഇറ്റ് ഈസ് 125. 5 into 5 25, 25 into 5s are 125, 8 5s are 40, 40 into 8 എന്ന് പറയുന്നതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. സോ ആൻസർ ഷുഡ് ബി 320 watts. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. A 500 kVA transformer with 0.05 per unit reactance is connected in parallel with a 250 kVA transformer with 0.04 per unit reactance. ശ്രദ്ധിക്കുക, നമുക്ക് ആദ്യം ഉള്ളത് ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. ആ ട്രാൻസ്ഫോമറിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് അല്ല, അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 500 kVA ആണ്. അതിൻ്റെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് 0.05 per unit. ഓക്കെ, ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് അനദർ ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥ എന്താണ്? 250 kVA 0.04 per unit. ഇതാണ് നമ്മൾ ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ കോമൺ ലോഡ് ദേ ക്യാൻ ഷെയർ വിത്തൗട്ട് ഓവർലോഡിങ് എനി ട്രാൻസ്ഫോമർ. വിത്തൗട്ട് ഓവർലോഡിങ് എനി ഓഫ് ദ ട്രാൻസ്ഫോമർ ഷെയർ ചെയ്യാൻ പറ്റിയ കോമൺ ലോഡ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. സോ കോമൺ, അപ്പോൾ ഈ ഒരു മാക്സിമം ലോഡാണ് ആക്ച്വലി ചോദിച്ചേക്കുന്നത്. കോമൺ ലോഡ് വിത്തൗട്ട് ഓവർലോഡിങ്. സോ ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമർ ഫുൾ ലോഡിലേക്ക് വരാം. അതിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്ഫോമർ വിത്ത് ലോ പെർ യൂണിറ്റ്, ലോ ഇസഡ് പെർ യൂണിറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ബേസ് ആണ് ഫസ്റ്റ് ഫുൾ ലോഡിലേക്ക് വരുന്നത്. ഓക്കെ, അതാണ് ആദ്യം അതിൻ്റെ റേറ്റിംഗിലേക്ക് വരുന്നത്. റേറ്റഡ് കപ്പാസിറ്റിയിലേക്ക് നമ്മൾ ലോഡ് ഷെയറിംഗ് കൊടുക്കുമ്പം ആദ്യം ഫുൾ ലോഡ് കപ്പാസിറ്റിയിലേക്ക് വരുന്നത് ട്രാൻസ്ഫോമർ വിത്ത് ലോവർ ഇസഡ് പെർ യൂണിറ്റ് ആണ്. ഇവിടെ നമുക്ക് കാണാം 250 kV ആണ് ആക്ച്വലി വരുന്നതെന്ന്. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം 250 kV ആണ് നമ്മുടെ ഈ 250 kV ട്രാൻസ്ഫോമർ ആണ് ഫസ്റ്റ് ഫുൾ ലോഡിലേക്ക് വരുന്നത്. നമുക്ക് 500 kVയിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം മറ്റ് ട്രാൻസ്ഫോമർ 250 kV എന്ന് പറയുന്നത് ഓവർലോഡ് ആയിപ്പോൾ. 250 kV എന്ന് പറയുന്ന ട്രാൻസ്ഫോമർ നമുക്ക് 250 kVയിൽ വർക്ക് ചെയ്യിപ്പിക്കാം. കാരണം ആ സമയത്ത് 500 kV ഓവർലോഡ് ആവത്തില്ല. അതെങ്ങനെ മനസ്സിലാവും? ബൈ ഒബ്സർവിങ് ഇസഡ് പെർ യൂണിറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ബേസ് ആർക്കാണോ ലോവർ ദാറ്റ് ട്രാൻസ്ഫോമർ ക്യാൻ ബി ഡ്രിവൺ അറ്റ് മാക്സിമം ലോഡ്. സോ നമുക്ക് 250 kVയെ മാക്സിമത്തിൽ റൺ ചെയ്യിക്കാം. ഇനി സോൾവ് ചെയ്താൽ മതി. പക്ഷെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പെർ യൂണിറ്റ് ഇംപിഡൻസ് ഷുഡ് ബി റെപ്രസെന്റഡ് ഓൺ ഇറ്റ്സ് ഓൺ ബേസ്, ഓൺ കോമൺ ബേസ്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു? കോമൺ ബേസ് ആക്കിയിട്ട് എടുക്കുന്നതാണ് 500 kVA. ഞാൻ 500 kVA കോമൺ ബേസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ 0.04 എന്ന് പറയുന്ന 0.08 ആയി മാറും. വോൾട്ടേജ് ഒന്നും ഞാൻ മാറ്റുന്നില്ല. 250 kVA 500 ആക്കി മാറ്റി കഴിഞ്ഞാൽ 0.04 എന്തായി മാറും? 0.08 പെർ യൂണിറ്റ് ആയി ചേഞ്ച് ആവും. സോ ഇനി എനിക്ക് എൻ്റെ സർക്യൂട്ട് വരയ്ക്കാം. എങ്ങനെയാണ് എൻ്റെ സർക്യൂട്ട്? 0.05 0.08. ഓക്കെ, 0.08 ഇതാണ് എൻ്റെ ലോഡ്. ഇത് ഡെലിവർ ചെയ്യുന്ന 250 ആണ്. എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എസ് ടോട്ടൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഈ 250 ഞാൻ സിമ്പിൾ കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നു. 250 ഈസ് ഈക്വൽ ടു കറണ്ട് ഡിവിഷൻ റൂൾ തന്നെ നമുക്ക് KVA ഡിവിഷന് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സോ 250 ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ഓഫ് ദ അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ദ അതർ ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ റിയാക്റ്റൻസ് ഇൻറ്റു എസ് ടോട്ടൽ.
എസ് ടോട്ടൽ. ഇതാണ് നമ്മുടെ ഫോർമുല. ഇവിടെ നിന്ന് നമുക്ക് എസ് ടോട്ടൽ എത്രയെന്ന് ഡയറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് 250 ഇൻറ്റു 8 പ്ലസ് 5 എന്ന് പറയുന്നത് 13 ഡിവൈഡഡ് ബൈ 5. സോ ആൻസർ ഇസ് 650 kVA. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ സി. നമ്മൾ ഈ ലോഡ് ഷെയറിങ്ങിൻ്റെ ഏരിയയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഏത് ട്രാൻസ്ഫോമർ ആണോ ഈസ് ഹാവിങ് ലോവർ പെർ യൂണിറ്റ് ഇംപെഡൻസ് ഓൺ ഇറ്റ്സ് ഓൺ ബേസ്, ദാറ്റ് ട്രാൻസ്ഫോമർ വിൽ റീച്ച് ഫുൾ ലോഡ് ഫസ്റ്റ്. ഓക്കെ, ലോഡ് കൂട്ടി വരുമ്പോൾ പ്രൊപ്പോർഷണലി ഇതിങ്ങനെ കൂടി വരും ലോഡ് ഷെയറിങ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 250 kV ആദ്യമേ ഫുൾ ലോഡിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ആ ട്രാൻസ്ഫോമർ എന്തായാലും 250 ആണെന്ന് മനസ്സിലായി. അതിനുശേഷം സിമ്പിൾ കറണ്ട് ഡിവിഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്യാം. കറണ്ട് ഡിവിഷൻ ടെക്നിക്ക് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ പെർ യൂണിറ്റ് വാല്യൂസിനെ കോമൺ ബേസിലേക്ക് മാറ്റിയതിന് ശേഷം വേണം സോൾവ് ചെയ്യാൻ. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, സോ ആൻസർ ഈസ് 650 kVA. ഓപ്ഷൻ സി. A rectangular coil loop with effective conductor side L, axle length. Okay, rectangular coil loop ആണ്. Okay, rectangular coil loop. Effective conductor side length L. Okay, effective conductor side length L. Axial radius of the loop is R. Okay, axial radius of the loop is R. Okay, ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. Rotating at an angular velocity omega. In the presence of a field ആണ്. See, in the presence of in the steady magnetic field ആണ്. സോ ഇവിടെ നിന്ന് ഇങ്ങനെ ഫീൽഡ് പോകുന്നുണ്ടെന്ന് വിചാരിക്കും. ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ ഒരു സൗത്ത് പോൾ ഉണ്ട്. നമുക്ക് വേണ്ടത് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ്. ഈ ലൂപ്പിൽ മൊത്തത്തിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്താണ്? മെഷീൻസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. EMF നമുക്ക് ഓൾറെഡി അറിയാം, ഇറ്റ് ഈസ് B ഇൻറ്റു L ഇൻറ്റു V എന്നുള്ളത്. പക്ഷേ ഈ ഒരു കേസിൽ ഒരു റെക്ടാങ്കുലർ ലൂപ്പാണ്. സോ ഇതിനകത്ത് ഈ എല്ലും ബിയും തമ്മിൽ എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. ആക്ച്വലി ഇറ്റ് ഈസ് V ഇൻറ്റു L ക്രോസ് B എന്നാണ്. എല്ലും ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതായത് ഇവിടെ ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകുന്നു, ഇവിടെ എല്ലിൻ്റെ ഡയറക്ഷൻ ഇതാണ്. സോ എല്ലും ബിയും പെർപെൻഡിക്കുലർ ആകുന്ന സമയത്ത് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഇവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കണ്ടക്ടറിലും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇവിടെയും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമുക്കറിയാം മെഷീൻസിൻ്റെ നോർമലി ഒരു DC മെഷീനകത്ത് EMF ഇൻഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ. അത് വെലോസിറ്റി വിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ E ഈക്വൽ ടു B ഇൻറ്റു L ഇൻറ്റു V. ഇവിടെ രണ്ട് കണ്ടക്ടറിൽ മാത്രമേ, ഓപ്പോസിറ്റ് കണ്ടക്ടറിൽ മാത്രമേ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുത്തുള്ളൂ. കാരണം ഈ റെക്ടാങ്കുലർ ലൂപ്പിലെ ബാക്കി രണ്ട് കണ്ടക്ടർ എലോങ് ദ B ആണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. ആക്ച്വലി BLV സൈൻ തീറ്റ എന്നാണ്, വേർ തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ L ആൻഡ് B. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുന്നത്, മുകളിലത്തെ കണ്ടക്ടറും താഴത്തെ കണ്ടക്ടറിലും EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടില്ല. നമ്മുടെ സാധാരണ മെഷീൻസ് പോലെ, DC മെഷീൻ്റെ വർക്കിംഗ് പോലെ. സോ ഇതിനകത്ത് EMF കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടോട്ടൽ E എന്ന് പറയുന്നത് 2 ഇൻറ്റു BLV എന്ന് വരും. V എന്ന് പറഞ്ഞാൽ ലീനിയർ വെലോസിറ്റി ഈസ് നത്തിങ് ബട്ട് ഒമേഗ ഇൻറ്റു R. സോ ടോട്ടലി 2 ഇൻറ്റു B ഇൻറ്റു L ഇൻറ്റു ഒമേഗ ഇൻറ്റു R. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇത് എന്താണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് പ്രത്യേകിച്ച് തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ. സോ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഐഡന്റിഫൈ ദ കറക്റ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് in a DC motor due to armature reaction the shift in the magnetic neutral axis is in the same direction of rotation. തെറ്റാണ്. കാരണം DC മോട്ടറിലല്ല, DC ജനറേറ്ററിലാണ് അത് വരുന്നത്. സോ 1 is wrong. 1 is incorrect എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. നോക്കാം 2 എന്താണെന്ന്. The polarity of interpole must be the same polarity of the upcoming in the case of a DC generator. So 2 correct ആണ്. കറക്റ്റ് തന്നെയാണ്. പൊളാരിറ്റി ഓഫ് ഇന്റർപോൾ എന്ന് പറയുന്ന സെയിം പൊളാരിറ്റി ആയിരിക്കും അപ്കമിങ് മെയിൻ പോളിൻ്റെ. 3 എന്താണ് പറയുന്നത്, കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ക്യാൻസൽ ദ ആർമേച്ചർ റിയാക്ഷൻ. അത് കറക്റ്റാണ്. LDI/DT എഫക്റ്റ് ക്യാൻസൽ ഔട്ട് ആക്കുന്നത് ഇന്റർപോൾസ് ആണ്. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് കിക്ക് എന്നൊക്കെ പറയുന്നത് അല്ലേ. ഇവിടെ കോമ്പൻസേറ്റിംഗ് വൈൻഡിങ് ക്യാൻസൽ ഔട്ട് ദ ആർമേച്ചർ റിയാക്ഷൻ എഫക്റ്റ് ബട്ട് നോട്ട് LDI/DT എഫക്റ്റ്. അതും കറക്റ്റാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. The torque speed relationship in a DC series motor. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ്. എന്തായിരിക്കും ടോർക്ക് സ്പീഡ് റിലേഷൻഷിപ്പ് ഇൻ എ DC സീരീസ് മോട്ടർ എന്ന് പറയുന്നത്? ഒമേഗ പ്രൊപ്പോർഷണൽ ടു 1/√T അല്ലേ. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ എ. അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് പറയേണ്ട കാര്യമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. E = K × phi × ഒമേഗയാണ് നമുക്കറിയാം. വേർ ഒമേഗ = E / K phi. E എന്ന് പറയുന്നത് നമുക്കറിയാം V - IA RA ആണ് ഇൻ ദ കേസ് ഓഫ് എ DC സീരീസ് മോട്ടോർ ഡിവൈഡഡ് ബൈ K phi.
ഇതിനകത്ത് ഫ്ലക്സ് ഫൈ എന്ന് പറയുന്ന പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ട് ആണ് DC മെഷീൻ ആയതുകൊണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് V ഡിവൈഡഡ് ബൈ K ഇൻറ്റു IA മൈനസ് RA ഡിവൈഡഡ് ബൈ K എന്ന് എഴുതാം. കാരണം ഫൈയും IAയും തമ്മിൽ ക്യാൻസൽ ഔട്ട് ആവും. സോ ദിസ് ഇസ് എ കോൺസ്റ്റന്റ്. സോ ഒമേഗ ഈസ് പ്രൊപ്പോർഷണൽ ടു 1 ബൈ ആർമേച്ചർ കറണ്ട്. നമുക്കറിയാം ഇൻ ദ കേസ് ഓഫ് DC സീരീസ് മോട്ടോർ ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ. ടോർക്ക് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒമേഗ പ്രൊപ്പോർഷണൽ ടു 1 ബൈ റൂട്ട് ടോർക്ക് എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ A, 29A. Next, identify the correct and the incorrect statements related to synchronous machine. Synchronizing torque or stiffness of coupling in a synchronous machine increases with the increase in the load angle. ഡെൽറ്റ കൂടിക്കഴിഞ്ഞാൽ സിങ്കണൈസിങ് ടോർക്ക് കുറയും. കാരണം സിങ്കണൈസിങ് ടോർക്ക് ഇസ് ആക്ച്വലി പ്രൊപ്പോർഷണൽ ടു കോസ് ഡെൽറ്റ. അവർ മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഹയർ വാല്യൂസ് ഓഫ് ഡെൽറ്റയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോസ് ഡെൽറ്റ കുറവായിരിക്കും. സോ ഹയർ വാല്യൂസ് ഓഫ് ഡെൽറ്റയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ദ ടോർക്ക് ദാറ്റ് ഡെവലപ്സ് ടു റീഗെയിൻ ദ സിങ്കണസം, അതാണ് സിങ്കണൈസിങ് ടോർക്ക്, ദാറ്റ് വാല്യൂ വിൽ ബി ലോവർ. അറ്റ് ദ സെയിം ടൈം ലോവർ വാല്യൂസ് ഓഫ് ഡെൽറ്റയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിങ്കണൈസിങ് ടോർക്ക് വിൽ ബി ഹയർ. അത് വളരെ നല്ലൊരു പ്രകൃതിയാണ്. കാരണം എന്താണ്, സിങ്കണൈസിങ് ടോർക്ക് ഹയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻ ദ ഇവന്റ് ഓഫ് എ ഫോൾട്ട് നമ്മുടെ മെഷീനിൽ തിരിച്ച് സിങ്കണസത്തിലേക്ക് വരാം. സോ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്. സിങ്കണൈസിങ് ടോർക്ക് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് ലോഡ്, തെറ്റാണ്. സെക്കൻഡ്, ദ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് ഓർ മാക്സിമം പവർ ട്രാൻസ്ഫർ കണ്ടീഷൻ ഇൻ സിലിണ്ടറിക്കൽ റോട്ടോർ ആൻഡ് സാലിയന്റ് പോൾ മെഷീൻ അക്കർ അറ്റ് ഡെൽറ്റ ഈക്വൽ ടു 90, തെറ്റാണ്. സിലിണ്ടറിക്കൽ റോട്ടോറിന് ഡെൽറ്റ ഈക്വൽ ടു 90ലാണ് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി. പക്ഷേ സാലിയന്റ് പോൾ മെഷീനകത്ത് 90ക്കും 45നും ഇടയ്ക്ക് ഒരു പോയിന്റിലാണ് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി വരുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ A. ബോത്ത് 1 and 2 ആർ റോങ്. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു സിങ്കണസ് മെഷീൻ. ആൻസർ D ആണ്. D നോക്കാം. എ ലാർജ്ലി അണ്ടർ എക്സൈറ്റഡ് സിങ്കണസ് മോട്ടോറിന്റെ എക്സൈറ്റേഷൻ കർവ് വരയ്ക്കാം. അണ്ടർ എക്സൈറ്റഡ് ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അണ്ടർ എക്സൈറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ E എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് വരും. E. സോ നമ്മുടെ JIA ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. കറണ്ട് എന്ന് പറയുന്നത് ലാഗിങ് ആയിരിക്കും. സോ സിങ്കണസ് മോട്ടോർ എന്ന് പറയുന്നത് ഡ്രോ ചെയ്യുന്ന കറണ്ട് ഈസ് ആക്ച്വലി ലാഗിങ്. ദാറ്റ് മീൻസ് സിങ്കണസ് മോട്ടോർ ഈസ് കൺസ്യൂമിങ് റിയാക്റ്റീവ് പവർ, കൺസ്യൂമിങ് ലാഗിങ് പവർ ഫാക്ടർ. ഓക്കെ, അത് കറക്റ്റാണ്. അറ്റ് ദ സെയിം ടൈം പറയുന്നത് ഈ ഡെലിവേഴ്സ് P എന്ന്. സിങ്കണസ് മോട്ടോർ ഡെലിവറിങ് അല്ല, സിങ്കണസ് മോട്ടോർ ഇസ് ആക്ച്വലി അബ്സോർബിങ് P ആണ്. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി റോങ്. സിങ്കണസ് മോട്ടോർ ഈസ് അബ്സോർബിങ് P. അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അവർ ആൻസർ ഈസ് ഓപ്ഷൻ D. ABC എല്ലാം കറക്റ്റ് തന്നെയാണ്. The commutator pitch for 4-pole 50 commutator segment retrogressive duplex wave wound DC machine. നമ്മളെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പ്ലസ് ഓർ മൈനസ്. സോ നമ്മുടെ ആൻസർ എന്താണ്, നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പ്ലസ് ഓർ മൈനസ് M ഡിവൈഡഡ് ബൈ P/2. ഇതാണ് ശരിക്കും നമ്മുടെ കമ്മ്യൂട്ടേറ്റർ പിച്ച് എന്ന് പറയുന്നത്. കമ്മ്യൂട്ടേറ്റർ പിച്ച് ഇവിടെ എന്താണ്, 50 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ആണ്. 50 കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ Z 50 തന്നെയാണ്. സോ 50 പ്ലസ് ഓർ മൈനസ് M1 = 1 ഫോർ സിംപ്ലെക്സ്, M = 2 ഫോർ ഡ്യൂപ്ലെക്സ്. വേവ് വൗണ്ട് മെഷീൻ ആണ്. വേവ് വൗണ്ടിന്റെ ഇക്വേഷൻ തന്നെയാണ്. P is the number of poles, so 4 divided by 2. സോ ആക്ച്വലി 50 പ്ലസ് ഓർ മൈനസ് 2 divided by 2 എന്നാണ് വരേണ്ടത്. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു വരുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ റിട്രോഗ്രസീവ് വൈൻഡിങ്. റിട്രോഗ്രസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ 50 minus 2 divided by 2. 48 divided by 2 which is equal to 24. ഡയറക്റ്റ് ഫോർമുല ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ C. ആൻസർ എന്താണ്, ആൻസർ ഈസ് ഓപ്ഷൻ C. If a squirrel cage induction motor when started with 50% tapping, X എന്ന് പറയുന്ന ലോഡ് ഫ്രാക്ഷൻ ആണ്. X എന്ന് പറയുന്ന ടാപ്പിംഗ് ആണ്, 50%. X എന്ന് പറയുന്നത് 0.5. ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യണം, സ്റ്റേറ്റർ റിയാക്ടർ സ്റ്റാർട്ടറും യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് കറണ്ട് ആണ്. സ്റ്റാർട്ടിംഗ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, സോറി, ഇൻ ദ കേസ് ഓഫ് എ റിയാക്ടർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് X ടൈംസ് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ കറണ്ടാണ്. അറ്റ് ദ സെയിം ടൈം സ്റ്റാർട്ടിംഗ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് X² ടൈംസ് സ്റ്റാർട്ടിംഗ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് എ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിംഗ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് കറണ്ട്, റേഷ്യോ ഓഫ് സ്റ്റാർട്ടിംഗ് കറണ്ട്സ് റെസ്പെക്റ്റീവ്ലി എന്താണ്, I സ്റ്റാർട്ടിംഗ് കറണ്ട് ഡിവൈഡ് ബൈ I ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എന്താണ്,
സോറി നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് ബൈ ഓട്ടോ ട്രാൻസ്ഫോമർ കറണ്ട് എന്ന് പറയുമ്പോൾ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ എക്സ്. നമുക്ക് വേണ്ടത് എന്താണ്? ക്വസ്റ്റിനകത്ത് കറണ്ട് ഇൻ ദ കേസ് ഓഫ് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ബൈ എന്താണ് റിയാക്ടർ സ്റ്റാർട്ടർ. അത് വരുമ്പോൾ നമുക്ക് എക്സ് എന്ന് വരും. എക്സ് എന്ന് തന്നെയാണ് 50%. സോ ആൻസർ ഷുഡ് ബി 0.5. ആൻസർ എന്താണ്? ആൻസർ ഈസ് ഓപ്ഷൻ ബി 0.5. ഓക്കെ. സോ ഇതിനകത്ത് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. നമുക്ക് ഫോർമുല ഒക്കെ അറിയാം. നമ്മുടെ സ്റ്റേറ്റർ റിയാക്ടർ സ്റ്റാർട്ടറിലാണെങ്കിൽ സ്റ്റേറ്റർ റിയാക്ടർ സ്റ്റാർട്ടറിലാണെങ്കിൽ സ്റ്റാർട്ടിംഗ് കറണ്ട് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ എക്സ് ടൈംസ് വരത്തുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ടൈംസ് ആയിരിക്കും വരുന്നത്. സോ അതിൻ്റെ ഒരു റേഷ്യോ എടുക്കുമ്പോൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടിങ്ങിൻ്റെ ആ കറണ്ടിൻ്റെ ആ ഒരു ടേം നമുക്ക് ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ നമുക്ക് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ടാപ്പിങ്ങിൻ്റെ വാല്യൂവിൽ കിട്ടും. ഇൻ ടേംസ് ഓഫ് ടാപ്പിംഗ് പെർസെൻറ്റേജ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും. അത് തന്നെയാണ് നമ്മളുടെ റേഷ്യോ എന്ന് പറയുന്നത്. The ratio of slip at maximum torque to the slip at full load torque is 4. അതിനർത്ഥം സ്ലിപ്പ് അറ്റ് ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് ഈസ് ഈക്വൽ ടു 1/4. The ratio of maximum torque to slip, the ratio of slip at maximum torque to slip at full load torque is 4. Okay. Is equal to 2 divided by slip at which maximum torque occur divided by slip at which full load torque occur plus slip at which full load torque occur divided by slip at which maximum torque occur. Sorry. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വാല്യൂ ആണ്. ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഈ ഫോർമുലയാണ്. ഇതിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട് റേഷ്യോ ഓഫ് മാക്സിമം ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുന്നത്, അതിൻ്റെ റേഷ്യോ ഓഫ് സ്ലിപ്പ് ഓഫ് മാക്സിമം ടോർക്ക് ടു സ്ലിപ്പ് അറ്റ് ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറയുന്നത് 4 ആണ്. സോ നമുക്ക് 2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/4 എന്ന് വരും. 2 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 1/4 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 8/17. which is equal to 8/7. സോറി, ഇതെന്താണ്? മാക്സിമം ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് ആണ്. മാക്സിമം ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക. സോ ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി 8 ഡിവൈഡ് ബൈ 17, വിച്ച് ഇംപ്ലൈസ് മാക്സിമം ടോർക്ക് ബൈ ഫുൾ ലോഡ് ടോർക്ക് എന്ന് പറഞ്ഞാൽ 17/8. എപ്പോഴും മാക്സിമം ടോർക്ക് ആയിരിക്കും ഫുൾ ലോഡ് ടോർക്കിനേക്കാളും കൂടുതൽ. സോ നിങ്ങൾ അത്രയും ആലോചിച്ചാൽ മതി. ഈ ഒരു ഫോർമുല എന്ന് പറയുന്നത് ഫെമിലറൈസ് ആയിട്ടുള്ള ഒരു ഫോർമുല ആയിരിക്കും. ഇതിനകത്ത് 2 ഡിവൈഡ് ബൈ 4 പ്ലസ് 1/4 എടുപ്പോൾ നമുക്ക് 8/17 കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഫുൾ ലോഡ് ടോർക്ക് ബൈ മാക്സിമം ടോർക്ക് ആണ്. കാരണം മാക്സിമം ടോർക്ക് ഇസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ ഫുൾ ലോഡ് ടോർക്ക്. സോ ക്വസ്റ്റ്യൻ മാക്സിമം ടു ഫുൾ ലോഡ് ടോർക്ക് ആണ്. സോ ഗ്രേറ്റർ ദാൻ 1 വരുന്ന രീതിയിൽ ആൻസറിനെ റീഅറേഞ്ച് ചെയ്താൽ മതി. ഫോർമുല കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. എങ്ങാനും മിസ്സായി പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് പറയുന്നത്. സോ ഹിയർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. A 4-pole DC brushes are moved 4 degree electrical. Beta electrical എന്ന് പറയുന്നത് 4 degree. The mechanical angle beta mechanical. Beta mechanical equal to 2/p into beta electrical. 2 divided by number of poles എന്ന് പറയുന്നത് 4 ആണ്. Beta electrical is 4, which is equal to 2 degree. Answer is option A. The node admittance matrix for a 3-bus system is given by. ഒരു നോഡ് അഡ്മിറ്റൻസ് മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് ഫോർ എ 3-bus സിസ്റ്റം. ഇഫ് ദ ലൈൻ കണക്റ്റഡ് ബിറ്റ്വീൻ നോഡ് 2 ആൻഡ് നോഡ് 3 വിത്ത് അഡ്മിറ്റൻസ് ഓഫ് J20 ഈസ് റിമൂവ്ഡ്. 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കുള്ള 3 ബസ്സുണ്ട്, ഇത് 2 ഇത് 3, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു -J20 ഞാൻ റിമൂവ് ചെയ്തു എന്നാണ് പറയുന്നത്. നമ്മുടെ ഈ Y ബസ് തന്നിട്ടുണ്ട്. ഈ Y ബസ്സിനകത്ത് Y22 എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് ഓൾ ദ അഡ്മിറ്റൻസ് കണക്റ്റഡ് ടു സെക്കൻഡ് ബസ് ആണെന്ന് മനസ്സിലായി. അതിനകത്ത് ഞാൻ -J20 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇരിക്കുന്ന വാല്യൂവിൽ നിന്ന് ഒരു -J20 മാറ്റണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. നമ്മളിപ്പോൾ Y22 എന്ന് പറഞ്ഞാൽ -J25 ആണ്. അതിനകത്ത് ഞാനൊരു 20 അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് -J5 വരത്തുള്ളൂ. സോ Y22 എന്തായി മാറും? -J5 ആയി മാറും. Y22 എന്ന് പറയുന്നത് -J5 ആയി മാറും. കാരണം അതിനകത്തൊരു -J20 ഞാൻ റിമൂവ് ചെയ്തു. വേറെ എന്തൊക്കെ നമുക്ക് ചേഞ്ച് വരാം ആ സമയത്ത്? ഞാൻ 2ൻ്റെയും 3ൻ്റെയും ഇടയ്ക്കാണ് ഞാൻ മാറ്റിയിരിക്കുന്നത്. സോ Y11ന് ചേഞ്ച് വരത്തില്ല, Y12ന് ചേഞ്ച് വരത്തില്ല, അതൊക്കെ ശ്രദ്ധിക്കുക. Y13ന് ചേഞ്ച് വരത്തില്ല, Y22ന് ചേഞ്ച് വന്നു, Y23ന് ചേഞ്ച് വരും. അഡ്മിറ്റൻസ് ബിറ്റ്വീൻ Y2 and 3 നമുക്ക് ചേഞ്ച് വരും. ഇനിഷ്യലി എത്രയായിരുന്നു അഡ്മിറ്റൻസ് ബിറ്റ്വീൻ Y2 and 3? J20 ആയിരുന്നു. ഓക്കെ, J20 ഓൾറെഡി ഉണ്ടായിരുന്നു. സോ ഞാൻ അതിനകത്ത് നിന്ന് -J20 ആണ് മാറ്റിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ Y23 എന്ന് പറയുന്ന ക്യാപിറ്റൽ Y23 ഈസ് നത്തിങ് ബട്ട് നെഗറ്റീവ് ഓഫ് സ്മോൾ y23 ആണ്. അത് ഓർക്കണം. സോ ആക്ച്വലി അഡ്മിറ്റൻസ് ബിറ്റ്വീൻ ദ 2 and 3 എന്ന് പറയുന്നത് -J20 ആണ്. ഞാനിനി പറഞ്ഞേക്കുന്ന -J20 റിമൂവ് ചെയ്തു എന്നാണ്. സോ
2ന്റെയും 3ന്റെയും ഇടയ്ക്ക് ഇപ്പം ഒന്നും വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സോ വാട്ട് ഈസ് അഡ്മിറ്റൻസ്? അഡ്മിറ്റൻസ് ഇസ് ആക്ച്വലി 0. സോ മൈനസ് J5 കിട്ടി. മൈനസ് J5 വരുമ്പോൾ തന്നെ നമുക്ക് ബി ആണോ ഡി ആണോ എന്ന് കൺക്ലൂഡ് ചെയ്യാം. അതിന്റെ അർത്ഥം അതിന്റെ കൂടെ Y230 കൂടെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത Y23 തന്നെയാണ് Y32. ഇത് -10 ആയി മാറി. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്താണ് Y33ക്ക് -10 ആയി. ഇനിഷ്യലി ഉണ്ടായിരുന്ന -30 ആയിരുന്നു. ഈ -30 നിന്ന് ഒരു 20 എടുത്ത് കളയണം. കാരണം 3 കണക്ട് ചെയ്തേക്കുന്ന ഒരു അഡ്മിറ്റൻസ് ആണ് നമ്മൾ മാറ്റിയത്. സോ -J30 എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരു -J20 എടുത്ത് മാറ്റി കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നത് -J10. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ഒരു പവർ സിസ്റ്റം. ആ പവർ സിസ്റ്റത്തിനകത്ത് ഒരു സ്ലാക്ക് ബസ്, M ജനറേറ്റർ ബസ്, N ലോഡ് ബസ്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബസ് എന്ന് പറയുന്നത് N എന്ന് പറയുന്നത് ഞാൻ പറയുന്നു M + N - 1. സോറി, ടോട്ടൽ നമ്പർ ഓഫ് ലോഡ് ബസ്സസ്. ഓക്കെ, ഇതാണ് എൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ലോഡ് ബസ്സസ്. സോറി, ലോഡ് അല്ല, ടോട്ടൽ നമ്പർ ഓഫ് ബസ്. M + N + 1 എന്ന് വരും ടോട്ടൽ നമ്പർ ഓഫ് ബസ്സസ്. വേറെ ക്യാപിറ്റൽ N ഞാൻ പറയുന്നു ടോട്ടൽ നമ്പർ ഓഫ് ബസ്. ഓക്കെ, M ജനറേറ്റർ ബസ്, N ലോഡ് ബസ്സും ഒരു സ്ലാക്ക് ബസ്സും കൂടെ ടോട്ടലി എടുക്കുമ്പോൾ ക്യാപിറ്റൽ N എന്ന് പറയുന്ന ഒരു കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ജക്കോബിയൻ സബ് മെട്രിക്സ് J2 എന്നുള്ളതാണ്. J2 എന്ന് പറയുന്ന ജക്കോബിയൻ സബ് മെട്രിക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് N-1 ക്രോസ് നമ്പർ ഓഫ് ലോഡ് ബസ്സസ് എന്നുള്ളതാണ്. ഇവിടെ നമ്പർ ഓഫ് ലോഡ് ബസ്സസ് എന്ന് പറയുന്നത് സ്മോൾ n ആണ്. N-1, n എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ബസ്സസ് ആണ്. N-1 എന്ന് പറയുന്നത് വിച്ച് ഈസ് നത്തിങ് ബട്ട് M + N ക്രോസ് N. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ എയിലേക്ക് വരും. ഈ ഒരു കേസിനകത്ത് നമ്മൾ ജക്കോബിയൻ എന്ന് പറയുന്നത് ΔP ΔQ = ജക്കോബിയൻ J × ΔV ആണ്. സോ ഞാൻ അതിനെപ്പറ്റി ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. വേർ J ഈസ് ജക്കോബിയൻ മെട്രിക്സ്. അതിനെ എനിക്ക് സബ് മെട്രിക്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. J1, J2, J3, J4. ഓക്കെ, അതിനകത്ത് J2ന്റെ ഓർഡറിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബസ്സസ് -1 ക്രോസ് നമ്പർ ഓഫ് ലോഡ് ബസ്സസ്. ടോട്ടൽ നമ്പർ ഓഫ് ബസ്സസ് -1 ക്രോസ് നമ്പർ ഓഫ് ലോഡ് ബസ്സസ്. ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ്, ദ പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓഫ് എ 400 MVA. ഈ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. കറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 kVA കൊടുത്തിട്ടുണ്ട്. പെർ യൂണിറ്റ് ഇംപിഡൻസ് ഒരു ട്രാൻസ്ഫോമറിന്റെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0.1 ആണ് പെർ യൂണിറ്റ് റിയാക്ടൻസ്. ബേസ് ക്വാണ്ടിറ്റി ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ ആർ ഗിവൺ അസ്. ഇനി ബേസ് വാല്യൂ സെലക്ട് ചെയ്യുന്നു 100 MVA 100 kVA. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് ഇംപിഡൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഓൺ ന്യൂ ബേസ് ക്വാണ്ടിറ്റി എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബേസ് ട്രാൻസ്ഫോർമേഷൻ. പക്ഷെ നമുക്കൊരു ചെറിയ കൺഫ്യൂഷൻ വരും. 100 MVAയും 100 kVAയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വോൾട്ടേജിന്റെ ന്യൂ വാല്യൂ തന്നിട്ടില്ല എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സോൾവ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 kVA ഇട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു ആൻസറും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, സോ 100 kV എടുക്കാം. പക്ഷെ എങ്കിൽ പോലും അങ്ങനെ പറയുന്നത് ശരിയല്ല. സോ ദിസ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ക്യാൻസൽഡ്. അപ്പോൾ 100 kV ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. കാരണം ബേസ് എന്തായി മാറി? ബേസ് ഇതാണ് എൻ്റെ സെക്കൻഡ് വാല്യൂ ആയിട്ട് എടുക്കുക. ഇതിലേക്കാണ് ഞാൻ ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പെർ യൂണിറ്റ് ഓൾഡ് എന്ന് പറയുന്ന Z പെർ യൂണിറ്റ് ന്യൂ എന്തായിരിക്കും? Z പെർ യൂണിറ്റ് ന്യൂ = Z പെർ യൂണിറ്റ് ഓൾഡ് ഇൻറ്റു MVA ന്യൂ ബൈ MVA ഓൾഡ് ഇൻറ്റു KV. ഇത് 100 kV ആണെന്ന് പറഞ്ഞെടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല. ഓക്കെ, KV ഓൾഡ് എന്ന് പറയുന്നത് എന്താണ്? KV ഓൾഡ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ബേസ് വാല്യൂസ് ഓൺ ദ ഹൈ വോൾട്ടേജ് സൈഡ് ഓഫ് ദ ട്രാൻസ്ഫോമർ. സോ 400 kV സൈഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. KV ഓൾഡ് എന്ന് പറയുന്നത് 400, KV ന്യൂ എന്ന് പറയുന്നത് 100 ഹോൾ സ്ക്വയർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. സോ ഇത് ആൻസർ എത്രയാണ് കിട്ടുക? 0.1 × 4 എന്ന് വരും. സോ ആൻസർ ഷുഡ് ബി 0.4 പെർ യൂണിറ്റ്. പക്ഷേ ഇവിടെ പ്രൊവൈഡഡ് 100 kV ആയിരിക്കണം. 100 kV ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ആൻസർ വരത്തുള്ളൂ. സോ അതുകൊണ്ട് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യിപ്പിക്കാണ്ടേ ഇരിക്കാം. ബട്ട് സ്റ്റിൽ എന്താണ്, നമുക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ തെറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ തെറ്റാണ് മീൻസ് ക്വസ്റ്റ്യനകത്ത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതാണ് ക്വസ്റ്റ്യനകത്ത് ഒരു എറർ. സോ ഇതിന് ആൻസർ ഓപ്ഷൻ സി നമുക്ക് വേണമെങ്കിൽ പറയാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
The inductance per loop meter, loop inductance എന്താണെന്നാണ് question. നമുക്കറിയാം it is 0.4 into ln distance between the conductors divided by distance between the conductor divided by 0.7788 into R ആണെന്ന് നമുക്കറിയാം. രണ്ട് കണ്ടക്ടർ ഉണ്ട് ഓഫ് ഡിഫറെൻറ്റ് റേഡിയസ് ആണെങ്കിൽ 0.7788 into R1 into 0.7788 into R2 അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ ആൻസർ 0.4, ഓക്കെ ഇവിടെ മില്ലി ഹെൻറി അല്ല, സോ നമുക്ക് എഴുതാം 4 into 10 to the power minus 7 into നാച്ചുറൽ ലോഗറിതം ഓഫ് ഡി ഡിവൈഡഡ് ബൈ ആറിന് വരും റൂട്ട് R1 R2 എഴുതണം, അത്രേ ഉള്ളൂ. സോ റൂട്ട് ഓഫ് 0.7788 into 0.7788 0.7788 the whole square into R1 R2. 0.7788 the whole square തന്നെയാണ് 0.6065 എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അങ്ങനെ നമുക്കൊരു കൺഫ്യൂഷൻ കൂടുതൽ ആലോചിക്കേണ്ട കാര്യമില്ല, കാരണം CO DA മാത്രമേ വരത്തുള്ളൂ ലൂപ്പ് ഇൻഡക്റ്റൻസ് ആയതുകൊണ്ട്. ഡിനോമിനേറ്ററിൽ നിന്ന് ഒരു 0.7788 എന്തോ ഒരു പ്രോഡക്റ്റ് ഒരു ടേമും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കണം. ഓക്കെ, സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ ഡി. The transmission line with impedance Z. Transmission line with impedance Z. It is having a charging admittance Y placed at the receiving end. Charging admittance Y placed at the receiving end. The ratio of sending voltage to receiving end voltage. Sending voltage, receiving end voltage. The ratio of sending voltage to receiving end voltage under no load condition. Okay, under no load condition. നമുക്ക് നോക്കാം എന്തായിരിക്കും. ഞാൻ ABCD പാരാമീറ്റർ ഒന്ന് എഴുതി നോക്കാം. ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ സെൻഡിങ് എൻഡ് സൈഡ് ആണല്ലേ. സെൻഡിങ് എൻഡ് സൈഡ് VS is equal to A into VR plus V into IR. ഇതാണ് നമ്മുടെ ABCD പാരാമീറ്റർ എഴുതുമ്പോൾ. അതേപോലെ തന്നെ സെൻഡിങ് എൻഡ് കറണ്ട് is equal to C into VR plus D into IR എന്ന് വരാം. അപ്പോൾ ഞാനിത് മെട്രിക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ VS IS is equal to ABCD into VR IR. ഇത് ആക്ച്വലി എന്താണ്, ഈ രണ്ട് നെറ്റ്വർക്കും കാസ്കേഡ് ചെയ്തേക്കാണ്. സോ ഞാൻ ടോട്ടൽ ABCD പാരാമീറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ ABCD പാരാമീറ്റർ ഓഫ് ദി ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 1Z01 എന്ന് പറയുന്നതാണ് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ. ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ 1Y01 ആണ്. സോ ടോട്ടൽ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത് 1 plus ZY, അതിനുശേഷം 1 into 0 plus Z into 1. സോ Z 0 into 1 plus 1 into Y, Y 0 into 0 plus 1 into 1, ഇവിടെ 1. ഇതാണ് എൻ്റെ ടോട്ടൽ ABCD പാരാമീറ്റർ എന്ന് പറയുന്നത്. സോ എനിക്കിങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് 1 plus ZY ZY1 into VR IR. നമ്മുടെ ക്വസ്റ്റ്യൻ റേഷ്യോ ഓഫ് സെൻഡിങ് എൻഡ് വോൾട്ടേജ് ടു റിസീവിംഗ് എൻഡ് വോൾട്ടേജ് അറ്റ് നോ ലോഡ്. നോ ലോഡ് എന്ന് പറയുന്നത് IR equal to 0 ആണ്. IR equal to 0 എടുപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് എന്ത് കിട്ടുന്നു, VS equal to A VR. സോ നമുക്ക് VS by VR എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് A. എന്താണ്, A is nothing but 1 plus ZY. സോ ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. ആൻസർ എന്താണ് വരുന്നത്, ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി, 1 plus ZY. ഇതൊരു എൻഡ് കണ്ടൻസർ മെത്തേഡാണ്. നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈനിനെ മോഡൽ ചെയ്യുമ്പോൾ നോമിനൽ T നെറ്റ്വർക്ക്, നോമിനൽ പൈ നെറ്റ്വർക്ക് ഒക്കെ നമുക്കറിയാം. ഓക്കെ, അതൊരു മീഡിയം ട്രാൻസ്മിഷൻ ലൈനിൻ്റെ മോഡലിംഗ് ആണ്. അതുകൂടാതെ നമുക്കൊരു എൻഡ് കണ്ടൻസർ മെത്തേഡ് ഓഫ് മോഡലിംഗ് കൂടെ അവൈലബിൾ ആണ്. ആ എൻഡ് കണ്ടൻസർ മെത്തേഡ് ഓഫ് മോഡലിംഗിനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. കാരണം നമ്മൾ ഷണ്ട് അഡ്മിറ്റൻസ് എല്ലാം കൂടെ എന്താണ് A to എൻഡിൽ കണ്ടൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു മീനിങ്. ഏറ്റവും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ മോഡൽ ചെയ്യുന്നത്. സോ അതിൽ ABCD പാരാമീറ്റർ നമുക്ക് ഇത് 1Z01 1Y01 കൂടെ 10Y1 കൂടെ കാസ്കേഡ് ചെയ്താൽ മതി നമുക്ക് ABCD പാരാമീറ്റർ ഓഫ് ദ ഓവറോൾ നെറ്റ്വർക്ക് കിട്ടാൻ. കാസ്കേഡ് ചെയ്ത നെറ്റ്വർക്കിൻ്റെ ABCD പാരാമീറ്റർ മൾട്ടിപ്ലൈ ചെയ്താൽ പ്രോഡക്റ്റ് എടുത്താൽ മതി ആ കറസ്പോണ്ടിങ് മെട്രിസസ്. സോ അങ്ങനെ നമുക്ക് ഓപ്ഷൻ സി 1 plus ZY എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റിലേക്ക് കിടക്കാം. എ സ്ട്രിങ് ഓഫ് 4 ഡിസ്ക് ഇൻസുലേറ്റർ ഈസ് ഹാവിംഗ് എ സ്ട്രിങ് എഫിഷ്യൻസി ഓഫ് 75%. Then the leakage current from the bottom, okay, 75% 4 ഇൻസുലേറ്റർ ആണെന്ന് പറയുന്നതാണ്. സോ നമുക്ക് നോക്കാം, V1 plus V2 plus V3 plus V4 divided by 4 times V4 is equal to 75. If C is the capacitance between the bottom metal part of the insulator and the tower structure. Okay, അതായത് കപ്പാസിറ്റർ 1, കപ്പാസിറ്റർ 2, കപ്പാസിറ്റർ 3, കപ്പാസിറ്റർ 4 ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്.
ഇവിടെയാണ് നമ്മുടെ ടവർ. ഇവിടെ ഒരു ലിങ്ക് ഉണ്ട്, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ടാവും. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലീക്കേജ് കറണ്ട് ഫ്രം ദ ബോട്ടം ഇൻസുലേറ്റർ പിൻ ടു ദ ഗ്രൗണ്ട്. അതായത് ഈ ലീക്കേജ് കറണ്ട് എത്ര എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ ഇത് V1, ഇത് V2, ഇത് V3, ഇത് V4. പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്താണ്? എക്സ്. പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 പ്ലസ് V2 പ്ലസ് V3 ആണ്. അതാണ് ഈ ഒരു എക്സ് എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യൽ ഇൻറ്റു ഒമേഗ ഇൻറ്റു ആ കപ്പാസിറ്റൻസിന്റെ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ലീക്കേജ് കറണ്ട് കിട്ടുന്നു. നമുക്ക് ലീക്കേജ് കറണ്ട് കിട്ടുന്നു. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് റേറ്റഡ് ലൈൻ വോൾട്ടേജ് V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 V ആണ്. സോ V ഡിവൈഡഡ് ബൈ 4 ടൈംസ് V4 ഇസ് ഈക്വൽ ടു 3/4. അതിനകത്ത് നമുക്ക് V4 എന്ത് കിട്ടും? V4 ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ V/3 എന്ന് കിട്ടും. ഏറ്റവും ലോവസ്റ്റ് ഡിസ്കിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ക്യാപിറ്റൽ V/3. സോ അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് V2 പ്ലസ് V3 എന്തായിരിക്കും? V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് പറയുന്നത് V മൈനസ് V4 ആണ്. അതായത് V മൈനസ് V/3 എന്ന് പറയുന്നത് 2V/3. 2V/3 ആയിട്ട് നമുക്ക് കിട്ടും. സോ ടോട്ടൽ V1 പ്ലസ് V2 പ്ലസ് V3 കിട്ടി 2V/3 ഇൻറ്റു ഒമേഗ സി. സോ ദാറ്റ് മീൻസ് ലീക്കേജ് കറണ്ട് ഇസ് ഈക്വൽ ടു 2V/3 ഇൻറ്റു ഒമേഗ സി. ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. ആൻസർ എന്താണ്? ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. Identify the correct and incorrect statements which refer to protective relaying system. Identify the correct and incorrect statement with respect to protective relaying system. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. നിങ്ങൾ ഓപ്ഷൻസ് നോക്കി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് എന്നുള്ളത്. മാച്ച് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിസ്റ്റൻസ് റിലേ. ഇതിനകത്ത് റിയാക്ടൻസ് റിലേ പെട്ടെന്ന് മാർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഒന്ന് പോയിന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. റിയാക്ടൻസ് റിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയറക്ഷണൽ റീസ്ട്രെയിൻ ഓവർ കറണ്ട് റിലേ തന്നെയാണ്. കാരണം റിയാക്ടൻസ് റിലേനകത്ത് ഇറ്റ് ഇസ് എൻ ഓവർ കറണ്ട് റിലേ റീസ്ട്രെയിനിങ് ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഡയറക്ഷണൽ എലമെന്റ് ആണ് ഫ്രം ദ ജനറലൈസ്ഡ് ടോർക്ക് ഇക്വേഷൻ. അതുപോലെ തന്നെ റിയാക്ടൻസ് റിലേ എന്ന് പറയുന്നത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. സോ രണ്ടാമത്തെ വരുന്നത് എന്താണ്? 2 മാച്ചിങ് വിത്ത് 2 മാച്ചിങ് വിത്ത് 3. സോ 2, 2, 3 അത് വരുന്നത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ദാറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ദാറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ബാക്കി നോക്കിയാൽ മതി. ഇംപെഡൻസ് റിലേന്റെയും മോർ റിലേന്റെയും പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആൻസർ ഡി ആണെന്ന് മനസ്സിലാവും. The sequence impedance of a star connected synchronous generator with neutral short at ground. സീക്വൻസ് ഇംപെഡൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ 3 സീക്വൻസ് ഇംപെഡൻസ് Z1, Z2 ആൻഡ് Z0. ഒരു സിംഗ്രണസ് ജനറേറ്ററിന്റെ സീക്വൻസ് ഇംപെഡൻസ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് 0 ആയിരിക്കും. ഈക്വൽ ആയിരിക്കും. 0 സീക്വൻസ് ഇംപെഡൻസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസർ ദാൻ ദ പോസിറ്റീവ് സീക്വൻസ് ഇംപെഡൻസ് ആൻഡ് നെഗറ്റീവ് സീക്വൻസ് ഇംപെഡൻസ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ട്രാൻസ്ഫോമറിലൊക്കെ ആണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലൈനിലൊക്കെ ആണെങ്കിൽ Z0 ആയിരിക്കും കൂടുതൽ. 0 സീക്വൻസ് ഇംപെഡൻസ് വിൽ ബി ഹാവിംഗ് എ ഹയർ വാല്യൂ. ജനറേറ്ററിൽ നേരെ തിരിച്ചു വരും. The values indicated on the single line diagram is shown below. What are the reactances in per units on a common base value? What are the reactances in per units on a common base value? എന്നാണ് question. Okay, sorry. And the reactance in per unit on a common base value തന്നിട്ടുണ്ട്. A fault is occurring at point P. Question എന്താണ്? Fault ഇവിടെ സംഭവിച്ചു. At the middle of the line, determine the transfer reactance. Transfer reactance calculate ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ആണ്. ആ പ്രൊസീജിയർ അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക and get the value of transfer reactance. എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് ട്രാൻസ്ഫർ റിയാക്ടൻസ് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ സർക്യൂട്ടിന്റെ റിയാക്ടൻസ് ഡയഗ്രാം മാത്രം ഒന്ന് എടുത്ത് വരയ്ക്കേണ്ടതാണ്. റിയാക്ടൻസ് ഡയഗ്രാം ഞാൻ സ്റ്റെപ്പ് 1 ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഈ 2ഉം ഈ 1ഉം കൂടെ ഞാൻ ക്ലബ് ചെയ്തു. സോ എനിക്ക് 0.3 വന്നു. അതിനുശേഷം മുകളിലേക്ക് 0.4 ഉണ്ട്. താഴെ ഫോൾട്ട് സംഭവിച്ചു അറ്റ് ദ മിഡിൽ ഓഫ് ദ ലൈൻ. സോ ഞാൻ അതിനെ 0.22 ഗ്രൗണ്ട്, അതുപോലെ തന്നെ ഇത് ഗ്രൗണ്ടാണ് 0.22 ഗ്രൗണ്ട്. അപ്പുറത്ത് എന്താണ്? ബസ് ഉണ്ട്. സോ ഇതാണ് എൻ്റെ ജനറേറ്റർ, ഇതാണ് എൻ്റെ എന്താണ് അപ്പുറത്തെ സൈഡ് അല്ലേ, മേ ബി ബസ്. ഇതാണ് എൻ്റെ ബസ്, ഇത് ഇൻഫിനിറ്റ് ബസ്. ഓക്കെ, ഇത് ഇൻഫിനിറ്റ് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് എ ബസ്. സോ ഞാൻ ഈ ജനറേറ്ററിൻ്റെ ബസ്സിന് അക്രോസ് ഉള്ള ട്രാൻസ്ഫർ റിയാക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ആദ്യം ശ്രദ്ധിക്കുക, ഇവിടെ 0.3 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം വരുന്നത് 0.4, അതിനുശേഷം ഒരു 0.2 താഴേക്കും ഒരു 0.2 ഇങ്ങനെയും വരുന്നുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് എ ഡെൽറ്റ കണക്ഷൻ. ഇവിടെ ഒരു 0.2 വരുന്നുണ്ട്. ഇതൊരു ഡെൽറ്റ കണക്ഷനാണ്. ഈ ഡെൽറ്റനെ ഞാൻ സ്റ്റാർ ആക്കി മാറണം.
ആ ഡെൽറ്റേനെ ഞാൻ എന്ത് ചെയ്യണം, സ്റ്റാർ ആക്കി മാറ്റണം. 0.3 ഇവിടെയുണ്ട്. ഈ ഡെൽറ്റേനെ ഞാൻ സ്റ്റാർ ആക്കി മാറ്റും അല്ലേ. സോ സ്റ്റാർ ആക്കി മാറ്റുമ്പോൾ എൻ്റെ ഫസ്റ്റ് എലമെന്റ് എന്ത് വരും, 0.4 into 0.2 divided by 0.4 plus 0.2 plus 0.2. ഓക്കെ, 0.4 into 0.2 divided by 0.4 plus 0.2 plus 0.2. അതാണ് എൻ്റെ ഫസ്റ്റ് എലമെന്റ്. സ്റ്റാർ ആക്കി മാറ്റിയാണ് 0.4 into 0.2 divided by 0.4 plus 0.2 plus 0.2. ഒരു എലമെന്റ് കിട്ടി. നെക്സ്റ്റ് എലമെന്റ് എന്താണ്, ഇവിടുത്തെ എലമെന്റ് 0.4 into 0.2 divided by 0.4 plus 0.2 plus 0.2. സെയിം വാല്യൂ തന്നെ കിട്ടും. 0.2 divided by 0.4 plus 0.2 plus 0.2. ഈ താഴോട്ടുള്ള വാല്യൂ എന്തായിരിക്കും, ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.2 into 0.2 divided by 0.4 plus 0.2 plus 0.2. ഞാനിപ്പോൾ എന്താ ചെയ്തത്, ഈ ഡെൽറ്റേനെ ഞാൻ സ്റ്റാർ ആക്കി കൺവേർട്ട് ചെയ്തു. ഫസ്റ്റ് എലമെന്റ് എന്താണ്, 0.4 into 0.2 എന്ന് പറയുന്നത് 0.08 divided by 0.8, അതായത് 0.1 എന്ന് വരും. ഇതെന്ത് വരും, 0.1 എന്ന് വരും. ഇതും 0.1 എന്ന് വരും. ഇത് 0.05 എന്ന് കിട്ടും. ഓക്കെ, ദിസ് ആൻസർ ഇസ് 0.05. സോ ഞാനതിനെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ജനറേറ്റർ ഉണ്ട്. ഓക്കെ, ജനറേറ്റർ സൈഡിൽ നോക്കുമ്പോൾ 0.4 വരുന്നു. അപ്പുറത്തെ സൈഡിൽ എന്താണ്, 0.1 വരുന്നു. ഈ 0.3 ഉം 0.1 കൂടെ കമ്പൈൻ ചെയ്താണ് 0.4 എഴുതി. താഴേക്ക് 0.05 വരുന്നു. സോ ഇതാണ് കണ്ടീഷൻ ബിറ്റ്വീൻ ജനറേറ്റർ സൈഡ് ആൻഡ് ദ ബസ്. ഇനി ഈ സ്റ്റാറിനെ വീണ്ടും ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ട്രാൻസ്ഫർ റിയാക്ടൻസ് കിട്ടും. ഈ സ്റ്റാറിനെ ഞാൻ ഡെൽറ്റ ആക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസ്ഥയിൽ വരും. ഇവിടെ ജനറേറ്റർ, ഇത് ബസ്. അതിനകത്ത് ഈ എലമെന്റ് ആണ് ശരിക്കും ട്രാൻസ്ഫർ റിയാക്ടൻസ് എന്ന് പറയുന്നത്, എഫക്റ്റീവ് പവർ ട്രാൻസ്ഫറിങ് പാത്ത്. സോ ഇനി എന്താണ്, ഈ സ്റ്റാറിനെ ഡെൽറ്റ ആക്കി കണക്ട് ചെയ്താൽ എങ്ങനെ, 0.4 into 0.1 plus 0.1 into 0.05 plus 0.05 into 0.4 divided by 0.05. സോ എക്സ് ടി എത്രയാണ് കിട്ടുന്നത്, ഈ ഒരു പർട്ടിക്കുലർ എലമെന്റ് മാത്രം എനിക്ക് കൺസിഡർ ചെയ്താൽ മതി. 0.4 into 0.1 plus 0.1 into 0.05 plus 0.05 into 0.4 divided by 0.05. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണെന്ന് കിട്ടും. ഓപ്ഷൻ ഇസ് ഡി. ഡി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് പ്രൊസീജിയർ ടു കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ട്രാൻസ്ഫർ റിയാക്ടൻസ്. സ്പെസിഫിക് എനർജി കൺസംപ്ഷൻ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. സ്പെസിഫിക് എനർജി കൺസംപ്ഷൻ എന്ന് പറയുന്ന മാക്സിമം സ്പീഡ് കൂടുമ്പോഴും അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റോപ്പ് കുറയുമ്പോഴും ഈ പറഞ്ഞ സംഗതി കൂടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഇലക്ട്രിക് ട്രാക്ഷനകത്തും അറിഞ്ഞിരിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് പോയിന്റ്സിൽ ഒരു പോയിന്റ് ആണ് സ്പെസിഫിക് എനർജി കൺസംപ്ഷന്റെ ഇൻക്രീസ്, അതിന്റെ ഡിപ്പെൻഡൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി. എ സിങ്കണസ് മെഷീൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ്, ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ക്യാൻസൽ ചെയ്യണം. കാരണം എ സിങ്കണസ് മെഷീൻ അണ്ടർ സ്റ്റഡി സ്റ്റേറ്റ് ഹാസ് ഇനിഷ്യൽ ലോഡ് ആംഗിൾ ഡെൽറ്റ 0, മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ഡെൽറ്റ m0 അല്ലെങ്കിൽ ഓക്കെ മെക്കാനിക്കൽ പവർ ഇൻപുട്ട് PM0 ആസ് ഷോൺ ഇൻ ദ ഫിഗർ എന്ന് പറയുന്നുണ്ട്. ഫിഗർ ആക്ച്വലി അവർ മെൻഷൻ ചെയ്യുന്നില്ല, അതൊരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് ഓക്കെ അതാണ് ഒരു പോയിന്റ്. പക്ഷേ വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പ്രൊസീഡ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവർ ആസ് ഷോൺ ഇൻ ദ ബിലോ ഫിഗർ എന്ന് പറഞ്ഞ ഫിഗർ കൊടുക്കണം. ഇവർ പറയുന്നുണ്ട് സഡൻ ഇൻക്രീസ് ഇൻ ദ മെക്കാനിക്കൽ പവർ ഫ്രം PM0 to PM1 causes the rotor oscillations from A to C on the power angle curve. നമുക്ക് ഈ സബ്ജക്റ്റ് ഈ പോർഷൻ കറക്റ്റായിട്ട് കൃത്യമായിട്ട് നല്ല വൃത്തിക്ക് അറിയാമെങ്കിൽ നമുക്ക് ഫിഗർ ഇല്ലാണ്ട് തന്നെ ആലോചിച്ച് പ്രൊസീഡ് ചെയ്യാം. അവരെന്തായിരിക്കും മീൻ ചെയ്യുന്നത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അവർ മീൻ ചെയ്തേക്കുന്ന ഇതാണ്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എക്സാമിനേഷനകത്ത് യൂസ് ആവട്ടെ. ഇതാണ് നമ്മുടെ പവർ ആംഗിൾ കർവ്. ഇനിഷ്യലി റോ എം 0 ആ റോ എം 0 നിന്ന് അവർ റോ എം 1 മെക്കാനിക്കൽ പവർ ഇൻക്രീസ് ചെയ്തു. റോട്ടർ ഓസിലേഷൻസ് നടന്ന് എയിൽ നിന്ന് സിയിലേക്ക് പോയി എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, എയിൽ നിന്നും സിയിലേക്ക് സംഭവം എ സഡൻ ഇൻക്രീസ് ഇൻ ദ മെക്കാനിക്കൽ പവർ ഇൻപുട്ട് ഫ്രം PM0 to PM1 കോസസ് ദ റോട്ടർ ഓസിലേഷൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് A to C ഓൺ ദ പവർ കർവ്. അതായത് ഇതായിരുന്നു നമ്മുടെ എ പോയിന്റ് എന്ന് പറയുന്നത്. ഈ എ പോയിന്റിൽ നിന്നും ഇതാണ് ശരിക്കും ബി പോയിന്റ്, ഇതാണ് സി. അപ്പം മെക്കാനിക്കൽ ഇൻപുട്ട് PM0 നിന്ന് PM1 റൈസ് ചെയ്തപ്പോൾ റോട്ടർ ഓസിലേറ്റ് ചെയ്ത് എയിൽ നിന്ന് സിയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. പക്ഷെ അവർ അതിനകത്ത് ബി എന്താണെന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു കാരണവശാലും പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു സ്റ്റാൻഡേർഡ് എക്സ്പ്ലനേഷൻ ആണ്. ABC പോയിന്റ്സ് സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്ത് എക്സ്ട്രീം പോയിന്റ്സിൽ രണ്ടിലും സിങ്കണസ് സ്പീഡിലായിരിക്കും. ബി എന്ന് പറയുന്ന പോയിന്റിനകത്ത് എയിൽ നിന്നും ബി സിയിലേക്ക് പോകുന്ന വഴിക്ക് ABC ആണ് നമ്മുടെ പാത്ത് എന്ന് പറയുന്നത്. എയിൽ നിന്നും ബിയിലേക്ക് പോകുന്ന വഴിക്ക് ബിയിൽ നിൽക്കാൻ പറ്റത്തില്ല ഡ്യൂ ടു ഇനേർഷ്യ. അപ്പോൾ സിയിലേക്ക് ഓസിലേറ്റ് ചെയ്ത് പോകും. സോ എയിലും സിയിലും എന്താണ് സിങ്കണസ് സ്പീഡ് ആയിരിക്കും. ബിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ് ഗ്രേറ്റർ ദാൻ സിങ്ക്രണസ് സ്പീഡ് ആയിരിക്കും. എൻ്റെയും ബീൻ്റെയും ഇടയ്ക്ക് ആക്സിലറേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും, ബീൻ്റെയും സീൻ്റെ ഇടയ്ക്ക് ഡീസലറേറ്റിംഗ് ടോർക്ക് ഉണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യിക്കാമെന്നുള്ളതേ ഉള്ളൂ. ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി ക്യാൻസൽഡ്. ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ വേറെ ഏതെങ്കിലും ഒരു എക്സാമിനേഷനകത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഒരു ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് പ്രൊട്ടക്റ്റീവ് ഡിവൈസസ്. സോ പ്രൊട്ടക്റ്റീവ് ഡിവൈസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡയറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഈ മൂന്നുമാണ് കറക്റ്റ്, 1, 2 ആൻഡ് 4. തേർഡ് റോങ് ആണ്. MCBs contain a movable tripping coil while MCCB has fixed tripping coil. That statement is actually wrong. Okay, so 1, 2 and 4 is the correct answer. ലാസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഇതും വീണ്ടും നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഡിവൈസിനെ ബേസ് ചെയ്താണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 and 4 ആണ് കറക്റ്റ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 and 4 ആണ് ആക്ച്വലി കറക്റ്റ്. 1, 3 and 4. കാരണം ബി സെക്കൻഡ് പറയുന്നത് MCB അഫോർഡ് ഓവർ കറണ്ട് ആൻഡ് എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ എന്നാണ്. തെറ്റാണ്. കാരണം MCB എന്ന് പറയുന്നത് ഓവർ കറണ്ടിനും ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനും മാത്രമേ നമുക്ക് വരത്തുള്ളൂ. എർത്ത് പ്രൊട്ടക്ഷന് ആക്ച്വലി അത് കറക്റ്റ് ആവത്തില്ല. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. സോ ഇതാണ് ക്വസ്റ്റ്യൻ സൊല്യൂഷൻ ടു ഫസ്റ്റ് 50 ക്വസ്റ്റ്യൻസ്. റിമൈനിങ് 50 ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.